വാസുദേവ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ സവിത മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ സാവിത്രി കേശവി ദേവിദാസി മാതാജി. ഉം ഹരേ എല്ലാവർക്കും കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിൽ സ്വാഗതം. എന്തായാലും സാവിത്രി മാതാജിയും ഉണ്ട്. അപ്പം വളരെ സന്തോഷം. മാതാജി ഒരുപാട് നാളായിട്ട് കയറാനായിട്ട് ശ്രമിച്ചിട്ട് കയറാൻ പറ്റിയില്ല. എന്തോ സമയം ഉണ്ടാക്കി മാതാജി വന്നിരിക്കുകയാണ്. അപ്പം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. അയ്യോ, മാതാജിയുടെ റിയലൈസേഷൻ ഒക്കെ പറയും. ഹരേ കൃഷ്ണ. അപ്പം വലിയൊരു ടോപ്പിക്ക് കൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ആരുടെയൊക്കെ സഹായമൊക്കെ വേണ്ടി വരുന്ന ഒരു സന്ദർഭങ്ങളാണ്. ആ ഒരു സമയം കുറെ മാത്തമാറ്റിക്സിന്റെ ഒരു സംഭവങ്ങളായിരുന്നു. ഈ ബ്രഹ്മദേവന്റെ ഏജും അങ്ങനെയൊക്കെ സംബന്ധിച്ച് 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് അതീന്ദ്രിയമായതുകൊണ്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ അത് എങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ബുക്കിലുള്ള വായിച്ചിട്ട്. പക്ഷെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങനെയായിരുന്നെങ്കിൽ മാതാജിയോ അല്ലെങ്കിൽ രോഹിണി മാതാജി ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തേനെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മനോഹർ പ്രഭു നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്ന ഇത് ഷെയർ ചെയ്തു. ബ്രഹ്മദേവന്റെ ആയുസ്സും അതിന്റെയൊക്കെ മാത്തമാറ്റിക്സ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് കിട്ടുന്നില്ല. ബ്രഹ്മദേവന്റെ ആയുസ്സും ഇങ്ങനെ കൽപ്പവും അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ ആരുടെയും സഹായമൊക്കെ കിട്ടുമായിരിക്കും. എന്തായാലും മാതാജിന്ന് കയറി സന്തോഷം. ഇനിയിപ്പോ അയ്യോ, ആ ഒരു പ്രഭു ഒരിക്കലും എന്നിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ കൃഷ്ണ, വെറുതെ കയറിയതേ ഉള്ളൂ. അയ്യോ എന്ന് വെച്ചാൽ ഇറങ്ങിപ്പോരുത് കേട്ടോ, ഞാൻ ചോദിക്കും. ഹരേ കൃഷ്ണ, ഹരി പോൽ. എന്തായാലും ഒരുപാട് സന്തോഷം ഹരേ കൃഷ്ണ. മാതാജി വന്നതില്. അപ്പൊ നമുക്ക് ഇന്ന് എന്താ പറയുക, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ശ്ലോകം എനിക്ക് ഒന്ന് 3, 4, 5 ആയിരിക്കും അല്ലെ? അതീന്ദ്രിയ ജ്ഞാനത്തിലെ. ഇപ്പൊ എല്ലാവരും ശ്ലോകം എടുത്തോളൂ. 4, 5, 6 ആണ്. 4, 3 5. എടുക്കുന്നതാണ്. 4, ഹരേ 5. കൃഷ്ണ. അതെയോ? 4, 5, 6. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം 4. അർജുന ഉവാചാം അപരം ഭവതോ ജന്മപരം ജന്മ വിവസ്വത കഥമേതദ് വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. അർജുന ഉവാച അപരം ഭവതോ ജന്മപരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 അതീന്ദ്രജ്ഞാനം ശ്ലോകം 4. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. മാതാജി കാണുന്നില്ല. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ശ്ലോകം 4. അപരം ഭവതോ ജന്മപരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. മല്ലിക മാതാജിക്ക് കേൾക്കുന്നുണ്ടോ? മാതാജിക്ക് ശ്ലോകം ചെയ്യാൻ പറ്റുമോ?
ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുജന മാതാജി. ഇവരെ കാണുന്നില്ല. ഓക്കെ, സബിത മാതാജി. ആരും ഇല്ലെന്ന് തോന്നുന്നു. അർജുന ഉവാച അപരം ഭവതോ ജന്മപരം ജന്മ വിവസ്വത കഥമേതദ് വിജാനീയാം ത്വം മാധവ് പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഞാൻ മ്യൂട്ടിലായിരുന്നു ആ ഗൗരി. ആ ഇന്ന് മാതാജി ജയിച്ചോളാം. ആ പറയട്ടെ. ആ ആ അപരം ഭവതോ അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. അപരം ഭവതോ ജന്മപരം ജന്മവിവസ്വത പദമേതദ് വിജാനീയാം മാധൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ജയ് ശിലപ്രഭാത്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ഭവതഃ ഭഗവാന്റെ ജന്മം അപരം പിന്നീടുള്ളതാകുന്നു, വിവസ്വത വിവസ്വാന്റെ അല്ലെങ്കിൽ സൂര്യദേവന്റെ ജന്മം പരം വളരെ മുമ്പ് ആകുന്നു, ത്വം അങ്ങ് ആദൗ ആദിയിൽ പ്രോക്തവാൻ വാചിച്ചു ഉപദേശിച്ചു, ഇതി ഏതത് എന്നുള്ളത്, കഥം എങ്ങനെ, വിജാനീയാം ഞാൻ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അതീന്ദ്രിയ ജ്ഞാനം ആണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഗ്രഹിക്കുന്നതിലും മനസ്സിലാക്കാനുള്ള, നമ്മളുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തലത്തിലും ഉപരിയുള്ള ആയിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ആന്തരിക ചക്ഷുഷും അതുപോലെ ജ്ഞാനവും ഒക്കെ തന്നെ ഉപയോഗിക്കണം. നമ്മളുടെ സാധാരണഗതിയിലുള്ള ഈ നോളേജ് കൊണ്ട് നമുക്ക് പുറമേ നിന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിവക്ഷിച്ച് പോകാനായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യം. അത് ഭഗവാനെ പറ്റിയുള്ളതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ ഉപരിയായിട്ടുള്ള നോളേജാണ്. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഒക്കെ ഗ്രഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള നോളേജ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്കും ഉപരിയായിട്ടുള്ള, ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിലും ഒക്കെ ഉപരിയായിട്ടുള്ള ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ പറ്റിയുള്ള ആ ഒരു ശരിക്കുള്ള അറിവ് നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ ജ്ഞാനം ഇത് ആദ്യം ആർക്ക് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആദ്യം ആരാണ് പറഞ്ഞു കൊടുത്തത്? ഭഗവാൻ ആർക്ക് ഇത് കൊടുത്തു? വിവസ്വാനായ ദിവസ്വാന് സൂര്യദേവന് കൊടുത്തു. അപ്പം സൂര്യദേവൻ ആ സമയത്ത് സൂര്യദേവന്റെ പേര് വിവസ്വാൻ എന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ആർക്ക് കൊടുത്തു? വിവസ്വാന് മനുവിന് കൊടുത്തു. മനുവംശപിതാവായ മനുവിന് കൊടുത്തു. മനു അത് കഴിഞ്ഞ് ഇക്ഷ്വാകുവിന് കൊടുത്തു. അങ്ങനെ പരമ്പരകളായിട്ട് ഇക്ഷ്വാകു ഒക്കെ ഏത് വംശമായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്? ഇക്ഷ്വാകു ഏത് വംശമായിരുന്നു? രഘുവംശം അല്ലെ? രഘുവംശം അല്ലെങ്കിൽ സൂര്യവംശം ആയിരുന്നു. ഇത് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് അതേ വംശത്തിൽ തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാനോ ഏത് വംശത്തിലായിരുന്നു? ചന്ദ്രവംശത്തിൽ ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് അല്ലേ? അപ്പൊ അങ്ങനെ ഈ ജ്ഞാനം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ട് ഞാനിത് എന്താണ്, അത് ത്രേതായുഗത്തിലായിരുന്നു അല്ലെ? ഈ ജ്ഞാനം മുറിഞ്ഞു പോയത് ത്രേതായുഗത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാനിത് ദ്വാപരയുഗത്തില് ഞാൻ നിനക്കായിക്കൊണ്ട് അത് വീണ്ടും ഉപദേശിച്ചു. കാര്യം എന്താണ്? ഒരു ക്ഷത്രിയൻ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത് ഉപദേശിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനോട് കൂടുതൽ താല്പര്യം ഉണ്ടായത് കൊണ്ടല്ല. എന്തുകൊണ്ടായിരുന്നു? ഭഗവാന്റെ ആത്മസുഹൃത്തുമായിരുന്നു. യാതൊരു വിധമായ അസൂയയില്ലാത്ത ആളായിരുന്നു. വില്ലാളി വീരനായിരുന്നു. രാജാവായിരുന്നു. രാജവംശം. നമ്മളിപ്പോ കുറെ രാജാക്കന്മാരെ കണ്ടു ഇതുപോലെ. വിശ്വാമിത്ര മഹർഷി രാജർഷി ആയിരുന്നു. പിന്നെ അംബരീഷ് മഹാരാജാവ്, ഭരത മഹാരാജാവ്, ഇവരൊക്കെ രാജർഷി ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു മഹിമയുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു ബ്രാഹ്മണന് കൊടുത്താൽ അല്ലാതെ നമുക്കിവിടെ സൂര്യദേവൻ, വിവസ്വാന്, അവർ ആ വംശം രഘുവംശം ഒക്കെ തന്നെ ക്ഷത്രിയരായ രാജാക്കന്മാരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്? ഇങ്ങനെ ഇപ്പൊ അർജുനനെ അതുപോലെ തന്നെ തെരഞ്ഞെടുക്കാൻ കാര്യം എന്തുകൊണ്ടാണ്? ഈ ക്ഷത്രിയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിഭാഗക്കാർക്കും അത് ഒരുപോലെ എത്തും. കാര്യം ഒരു ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രജകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് മനുഷ്യരെ അല്ല. അദ്ദേഹത്തിന്റെ രാജ്യത്ത് വസിക്കുന്ന സർവ്വചരാചരങ്ങളെയും, മണ്ണിനെയും, വെണ്ണിനെയും, ഇലകളെയും,
തടാകങ്ങളെയും നദികളെയും അങ്ങനെ പർവ്വതങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ചെറിയൊരു ജീവജാലങ്ങൾക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ രാജാവിന്റെ, ഏതെങ്കിലും ഒരു ജീവജാലങ്ങൾക്ക് ഒരു നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ രാജാവിന്റെ എന്താണ് ഒരു ഭരണത്തിലുള്ള ഒരു പോരായ്മയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്കറിയാമല്ലോ, സന്താനഗോപാലൻ കഥ അറിയാമല്ലോ, അല്ലെ? അവിടെ വെച്ച് ആ ബ്രാഹ്മണന്റെ ആ ഒരു കുട്ടി മരിച്ചു പോയപ്പോ 9ാമത്തെ കുട്ടി മരിച്ചു പോയിട്ട് ആ ബ്രാഹ്മണൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട്, ആ ശവശരീരം എടുത്തുകൊണ്ട് ദ്വാരകയിൽ ചെന്നിട്ട് ആ ചീത്തയൊക്കെ ഭഗവാനെ അവിടെ കിടന്ന് പറഞ്ഞു, അല്ലെ? ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല കേൾക്കും. കാര്യം ബ്രാഹ്മണൻ പറയുന്നത് ശരിയാണ്. രാജാവിന്റെ ഭരണം മോശമാണെങ്കിൽ എന്താണ് ഇതാണ് സംഭവിക്കുന്നത്. പ്രജാപരിപാലനം എന്നത് രാജാവിന്റെ കടമയാണ്. രാജാവ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്താണ് ഈ പ്രജകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അവിടെ ക്ഷാമം ഉണ്ടായാലും, മഴ പെയ്യാതെ ഇരുന്നു കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമാകാതിരുന്നാലും, പ്രകൃതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒക്കെ തന്നെ വിളവ് നല്ല രീതിയിൽ ഉണ്ടാകാതിരുന്നാലും, കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചാൽ ഒക്കെ തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി രാജാവിനാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാജാവിലേക്ക് ഈ പറയുന്ന ജ്ഞാനം എത്തുവാണെങ്കിൽ അത് എല്ലാ തരത്തിലുള്ള പ്രജകളിലും ഈക്വലി എത്തും എന്നുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇതിന് ക്ഷത്രിയരായിട്ടുള്ള ആൾക്കാരെ, രാജാക്കന്മാരെ തെരഞ്ഞെടുത്തത്. അപ്പൊ അവർക്കുള്ള 1-2 ക്വാളിറ്റീസ് നമ്മൾ കണ്ടു. എന്താണ് അവര് എന്നിൽ അസൂയാലു അല്ലായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് അവര് ഭക്തരായിരിക്കണം എന്നുള്ള 2-3 ക്വാളിറ്റീസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ ഒരു സംശയം, അതാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്, അല്ലെ? അർജുനൻ ഒരു സംശയം, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ മുമ്പ് ജനിച്ചിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? നല്ലൊരു ചോദ്യമല്ലേ ചോദിച്ചത്, അല്ലേ? അപ്പം അർജുനനും ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ഈ അർജുനന്മാരായിരിക്കണം, അല്ലെ? ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കണം. ആചാര്യന്മാരുടെ, നല്ല ഗുരുക്കന്മാരിൽ നിന്ന് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. നല്ല ഗുരുക്കന്മാരൻ ഞാൻ എടുത്തു പറഞ്ഞതുകൊണ്ട് എന്നെ പോലെയുള്ള ആൾക്കാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. നല്ല ഗുരുക്കന്മാരിൽ നിന്ന് നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കണം അവസരം കിട്ടുമ്പോഴൊക്കെ. അതീന്ദ്ര പ്രഭുവിന്റെ ഇന്നലെ ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി കയറാനായിട്ട്. അതീന്ദ്ര പ്രഭുവിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാനും മറന്നുപോയി. അതുപോലെയുള്ള നല്ല ഗുരുക്കന്മാരെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ, പൊട്ടത്തരം ചോദ്യങ്ങളല്ലാതെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം നമ്മൾ വെറുതെ ഒരാളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കരുത്. ശരിക്കും അറിയാനായിട്ടുള്ള ചോദ്യമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകും. ഇത് നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ നമുക്കിത് അറിയാവോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അല്ല എന്ന് മനസ്സിലാകുന്ന രീതി നല്ല പൊളൈറ്റ് ആയിട്ട് ഭഗവാൻ ഇനി 4:34 പറയുന്നുണ്ട് എങ്ങനെ നമ്മൾ ചോദിച്ചറിയണം എന്നുള്ള. ആ രീതിയിൽ ചോദിച്ചറിയുമ്പോഴത്തേന് അവർക്കും അതൊരു ഉത്സാഹമാകും, പറഞ്ഞു തരാനായിട്ട് വളരെ താല്പര്യമാകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല ഗുരുക്കന്മാരെ കാണുമ്പോൾ നമുക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ള നല്ല അവസരങ്ങളാണ്. വാട്സപ്പിൽ കൂടെ ഒക്കെ സംശയങ്ങളൊക്കെ ചോദിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മള് ഈ അർജുനന്റെ ചോദ്യം വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്, അല്ലെ? വിവസ്വാൻ എന്ന സൂര്യദേവൻ എവിടെയായിരുന്നു, ഏത് സമയത്താണ്? എപ്പോഴോ മുൻപേ ആണ്, അല്ലെ? സത്യയുഗത്തിലോ അങ്ങനെ ഏതോ സമയത്തുള്ളതാണല്ലോ, അല്ലെ? അങ്ങയേക്കാൾ മുമ്പ് അങ്ങിപ്പോഴെന്താണ്? ത്രേതായുഗത്തിലല്ലേ ജനിച്ചെന്നിരിക്കുക. അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? കാര്യം ഇത്രയും നാള് ബന്ധുവായിരുന്നു, അല്ലെ? ബന്ധു എന്ന ലെവലിൽ, അത് കഴിഞ്ഞ് സുഹൃത്ത് എന്നുള്ള ലെവലിൽ, അത് കഴിഞ്ഞിപ്പോ ഗുരു എന്നുള്ള ലെവലിലേ ആയിട്ടുള്ളൂ. ഭഗവാൻ എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല, അല്ലെ? അപ്പൊ അങ്ങാണ് ഇതൊക്കെ ആ വിവസ്വാന് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും, അല്ലേ? അപ്പൊ അത് അങ്ങന്ന് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ ഇനി ബാക്കി മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു ലെവലിൽ അർജുനൻ എത്തി. അപ്പം ഈ പറയുന്ന അതീന്ദ്രിയമായ ജ്ഞാനം നമുക്ക് മനസ്സിലായി. അപ്പൊ ഗുരു പരമ്പര വഴി ആണ് വന്നത്, അല്ലെങ്കിൽ ആചാര്യ പരമ്പര വഴി വന്ന ജ്ഞാനമാണ് നമ്മൾ കണ്ടത്. നമ്മൾ വൈഷ്ണവരുടെ പരമ്പരകൾ, 4 പരമ്പരകൾ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. അതല്ലാതെ തന്നെ ഒരുപാട് പരമ്പരകൾ, ശങ്കരാചാര്യരുടെ പരമ്പരകള്, പിന്നെ എന്താ പറയുന്നത്, രാധാവല്ലഭ സമ്പ്രദായം, ഒരു പ്രേമാനന്ദ മഹാരാജ ഒക്കെ ഉള്ള വൃന്ദാവനത്തിലെ ഒരു ഇപ്പോഴും വീഡിയോ ഒക്കെ കാണുന്ന ഒരു മഹാരാജാണ് പ്രേമാനന്ദ മഹാരാജ്. അപ്പൊ അവരൊക്കെയുള്ള രാധാവല്ലഭ സമ്പ്രദായമാണ്. അങ്ങനെ ആരെങ്കിലും റേസ് ഹാൻഡ് ഒക്കെ ചെയ്തിരുന്നോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇങ്ങനെ ഹാൻഡൊക്കെ ഇങ്ങനെ പൊങ്ങുന്ന കാണുന്നു.
ഓക്കെ, കുഴപ്പമില്ല. അത് വെറുതെ ആരെങ്കിലും ടച്ച് ചെയ്തായിരിക്കും, അറിയില്ല. അപ്പൊ അങ്ങനെ രാധാ വല്ലഭ സമ്പ്രദായം ഉണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കണ്ടത് ഭഗവാൻ ഉപദേശം കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു ആചാര്യ പരമ്പര അല്ല കണ്ടത്, ഒരു ക്ഷത്രിയരുടെ ഒരു ശ്രേണിയാണ് കണ്ടത്, അല്ലെ? രാജാക്കന്മാര്, സൂര്യമണ്ഡലം ഭരിക്കുന്ന സൂര്യദേവൻ ആയ വിവസ്വാൻ മുതൽ ഉള്ള ഒരു പരമ്പരയാണ് ഗീത ഉപദേശിച്ച് കണ്ടത്. നമ്മൾ ശ്രീമദ് ഭാഗവതവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ മറ്റേ ആചാര്യ പരമ്പര വഴി നമുക്ക് കിട്ടിയ ജ്ഞാനം. ഭഗവത്ഗീത നമുക്ക് ഇതേ രീതിയിലാണ് വന്നത്, അത് നമ്മൾ ആചാര്യ പരമ്പരകളിൽ കൂടി നമുക്ക് കിട്ടി. ഭഗവത്ഗീതയുടെ കാര്യം, അല്ലെ? ഭഗവാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇത് വന്നത്. അപ്പൊ അർജുനൻ പറഞ്ഞ കാര്യം അതേപടി നമുക്ക് എന്താണ് ശ്രീലപ്രഭുപാദരിൽ കൂടെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടി, അല്ലെ? അപ്പൊ അങ്ങനെ ഈ ഈ പറയുന്ന ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാം. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? നമുക്ക് സബിത മാതാജി. ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഭഗവാന്റെ അംഗീകൃത ഭക്തനാണ് അർജുനൻ. എന്നിട്ടും അദ്ദേഹത്തിന് ഭഗവത്വചനം വിശ്വസിക്കാനാവില്ലെന്നോ? വാസ്തവത്തിൽ സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയല്ല അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് കൃഷ്ണനെ പരംപുരുഷനായ ഭഗവാനായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത അസുരന്മാർക്ക് വേണ്ടിയാണ്. കൃഷ്ണനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളെ പോലെ അദ്ദേഹം ചോദിക്കുന്നത്. 10-ാം അധ്യായത്തിൽ നിന്നു വ്യക്തമാകുന്നത് പോലെ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനും എല്ലാറ്റിന്റെയും ഉറവിടവും അതീന്ദ്രിയതയുടെ പരമകോടിയുമാണെന്ന് അർജുനന് വ്യക്തമായി അറിയാമായിരുന്നു. കൃഷ്ണൻ ദേവകീപുത്രനായി ഭൂമിയിൽ അവതരിച്ചു എന്നതും ശരിയാണ്. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ പരമപുരുഷനായ ഭഗവാനായി സനാതനനായി ആദിപുമാനായി തുടരാനാവുമെന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഈ പ്രശ്ന നിവൃത്തിക്കായി അതിനെക്കുറിച്ച് ആധികാരികമായി കൃഷ്ണനെ കൊണ്ടുതന്നെ പറയിക്കണമെന്നുദ്ദേശിച്ചാണ് അർജുനൻ ഇങ്ങനെ ചോദിച്ചത്. ഇന്നു മാത്രമല്ല, സ്മരണാതീത കാലം മുതൽക്കേ സർവസമ്മതമായ സത്യമത്രേ കൃഷ്ണന്റെ പരമാധികാരത്വം. അസുരന്മാർ മാത്രമേ അദ്ദേഹത്തെ നിരാകരിക്കൂ. കൃഷ്ണന്റെ പരമാധികാരം ഏവരും അംഗീകരിക്കുന്നതാകയാൽ അദ്ദേഹം തന്നെ അത് സ്വയം വെളിവാക്കണമെന്നതായിരുന്നു അർജുനന്റെ ഉദ്ദേശ്യം. തങ്ങൾക്കും അനുയായികൾക്കും മാത്രം ഗ്രഹിക്കാനാവുന്ന വിധത്തിൽ കൃഷ്ണനെ വികലമാക്കി കാട്ടാനുള്ള അസുരന്മാരുടെ ശ്രമം ഫലിച്ചുകൂടാ. ഏതൊരാളും സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെ കൃഷ്ണന്റെ ശാസ്ത്രം അറിഞ്ഞിരിക്കണം. അതിനാൽ കൃഷ്ണൻ തന്നെപ്പറ്റി വിവരിക്കുന്നത് സർവ്വലോകങ്ങൾക്കും മംഗളകരമായിരിക്കും. ഭഗവാനെ തങ്ങളുടെ നിലപാടിലൂടെ മാത്രം വീക്ഷിക്കുന്ന അസുരന്മാർക്ക് കൃഷ്ണന്റെ ഈ സ്വയം വിവരണം ഒട്ടും വിചിത്രമായി തോന്നാം. ഭക്തന്മാരാകട്ടെ കൃഷ്ണൻ തന്നെ കൃഷ്ണനെപ്പറ്റി പറയുമ്പോൾ ആ പ്രസ്താവനകളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഭക്തന്മാർ കൃഷ്ണനെ കുറിച്ച് അധികമധികം അറിവു നേടാൻ ഉത്സുകരാകയാൽ അദ്ദേഹം ആധികാരികമായി ചെയ്യുന്ന പ്രസ്താവനകളെ ആരാധിക്കും. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കരുതുന്നവരാണല്ലോ നിരീശ്വരവാദികൾ. അവരും അദ്ദേഹത്തിന്റെ അമാനുഷത്വം അംഗീകരിക്കും. സച്ചിദാനന്ദ വിഗ്രഹ, ആനന്ദ വിജ്ഞാനങ്ങളുടെ ശാശ്വത മൂർത്തിയും അതീന്ദ്രിയനും ത്രിഗുണങ്ങളുടെയും കാലദേശങ്ങളുടെയും സ്വാധീന ശക്തിക്കതീതനുമാണ് അദ്ദേഹമെന്നു മനസ്സിലാക്കിയെന്നും വരാം. അർജുനനെ പോലുള്ള ഒരു ഭക്തന് കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെപ്പറ്റി തെറ്റിദ്ധാരണയുണ്ടാവാൻ വയ്യെന്നതിൽ സംശയമില്ല. കൃഷ്ണനെ ത്രിഗുണങ്ങൾക്കതീതനായ വെറുമൊരു മനുഷ്യനായി കരുതുന്ന നിരീശ്വരരുടെ നിലപാടിനെ എതിർക്കാനുള്ള ഒരു ഉപായമാണ് ഭഗവത് ഭക്തനായ അർജുനന്റെ ഈ ചോദ്യം. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പൊ നമുക്ക് ഈ ഭാവാർത്ഥത്തിൽ വളരെ ക്ലിയർ ആയി. അർജുനന് സംശയമൊന്നും ഉണ്ടായിട്ടല്ല അർജുനൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, അല്ലെ? നമ്മളെ പോലെയുള്ള അസുരന്മാരിങ്ങനെ ചോദിക്കുമെന്ന് ആർക്കറിയാം? അർജുനന് അറിയാം. അർജുനന് ഭഗവാന്റെ ആ ഒരു അതീന്ദ്രിയ അവസ്ഥയെപ്പറ്റി ശരിക്കും ബോധ്യമുള്ള ആള് തന്നെയാണ് അർജുനൻ. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ, ഈ ആസുരിക സ്വഭാവികളായിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് എന്താണ്
അർജുനനായിട്ട് ഇത് ചോദിച്ചു. കാര്യം എന്തുകൊണ്ടാണ് ഈ അർജുനൻ ഇത് ചോദിച്ചിട്ട് അത് ഭഗവാന്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ അതിന് ആധികാരികത ഉണ്ടാവുകയുള്ളൂ. അല്ലെ? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ അതിന് എതിരൊന്നുമില്ല. അത് ഓതറൈസ്ഡ് ആണ്. അല്ലെ? ഭഗവാനിൽ നിന്നാണ് ഈ ജ്ഞാനം മുഴുവൻ വരുന്നത്. ഈ പരമ്പരകളും എല്ലാം വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു അതാണ് ശാസ്ത്രം. അല്ലെ? ഭഗവാൻ എന്ത് പറയുന്നു അതാണ് ശാസ്ത്രം. അപ്പൊ ഭഗവാനിൽ നിന്ന് വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അല്ലെ? അതിന് യാതൊരു വരവണ്ണം വ്യത്യാസമില്ല. അതിൽ യാതൊരു മാലിന്യവും കലർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഭാഗവതം എന്താണ് അമല പുരാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല അതിൻ്റെ അകത്ത് കളയാനായിട്ട്. അല്ലെ? അമല പുരാണമാണ് അല്ലെ ഭാഗവതം. അതുപോലെ തന്നെ ഭാഗവതത്തിൽ ചോദിച്ച 6 ചോദ്യങ്ങള് ഋഷിമാര് എന്താ പറയുക സൂത ഗോസ്വാമിയോട് ചോദിച്ചിരിക്കുന്ന 6 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് 18,000 ശ്ലോകങ്ങള് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലെ? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം. അപ്പം അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതം, ഭഗവാനിൽ നിന്ന് വന്ന വാണിയായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീതയൊക്കെ സാക്ഷാൽ ഭഗവാൻ സാക്ഷ്യപ്പെടുത്തിയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. അല്ലെ? ഒപ്പ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതിന് ഒരു വരവണ്ണം വ്യത്യാസം ഉണ്ടാകാനായിട്ട് ഇടയില്ല. അതുപോലെ തന്നെയുള്ള ഈ ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാര് എന്താണ് ഇതിന് ഒരുപാട് ഭാഷ്യങ്ങളും ഫ്യൂച്ചറിൽ നമ്മളെ പോലെ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് എന്താണ് വിവർത്തനങ്ങളും ഭാവാർത്ഥങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ട് നിരൂപിക്കും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യും. വലിയ വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, ഇതിനെപ്പറ്റി സിനിമ ഇറക്കും. അതുപോലെ തന്നെ കുറെ ഏസ്തിസ്റ്റുകളൊക്കെ ഭഗവാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കോമഡി എടുക്കും, ട്രോൾ ഇറക്കും. ഇതൊക്കെ എന്താണ് അന്ന് ഇത് ചോദിച്ച ആൾക്കാർക്ക്, എഴുതിയ ആൾക്കും പറഞ്ഞ ആൾക്കും ചോദിച്ച ആൾക്കും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് അവര് അതിനൊരു പൊഴുത് കൊടുക്കാതെയാണ് ഇവിടെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഈ ചോദ്യം ഉത്തരം ആ ഒരു രീതിയിൽ പോയാലേ ഉള്ളൂ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ചോദ്യോത്തര രീതിയിൽ മഹാഭാരതമാണെങ്കിലും ഭാഗവതമാണെങ്കിലും അതുപോലെ തന്നെ ഭഗവത്ഗീത ആണെങ്കിലും ഒക്കെ എന്താണ് ചോദ്യോത്തര രീതിയിലാണ് പോയിരിക്കുന്നത്. കാര്യം നമ്മൾ എന്ത് ചോദിക്കും, നമ്മളുടെ ആ അവസ്ഥ എന്താണെന്ന് ശരിക്കും പൂർവികർ മനസ്സിലാക്കിയിട്ട് ആ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാതെ അർജുനന് അറിവില്ല. കാര്യം അർജുനനും ഭഗവാനും തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഇപ്പോഴത്തെ ബന്ധം അല്ല. പണ്ട് എന്തായിരുന്നു, ഇവരാരൊക്കെയായിട്ടുണ്ട് ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലെ നമുക്ക് അറിയാവുന്ന, ഞാൻ പലതവണ പറയാറുള്ള ഒരു അവതാരം ഏതായിരുന്നു? നരനാരായണന്മാരായിരുന്നു. നരനാരായണ ഋഷികളായിരുന്നു അല്ലെ? അപ്പൊ അതിലെ നമ്മൾ കണ്ടിരുന്നു അല്ലെ, നരനാരായണ ഋഷി ആരെ വധിക്കാനായിട്ടായിരുന്നു അവിടെ തപസ്സിരുന്നത്? സഹസ്രകവചൻ. ആ സഹസ്രകവചൻ ആരായിട്ടാണ് പിൽക്കാലത്ത് ദ്വാപരയുഗത്തിൽ ജനിച്ചത്? കർണൻ. ആ ഒരു കവചം മിച്ചം വെച്ചിരുന്നു അല്ലെ. 999 കവചങ്ങള് ഈ നരഋഷി നാരായണ ഋഷിയും കൂടെ കൂടി മുറിച്ച് ഒരെണ്ണം ഇട്ടിട്ടാണ് വിട്ടത് അല്ലെ. ആ ഒരെണ്ണമായിട്ടാണ് അത് ജനിച്ചപ്പോ തന്നെ കവചകുണ്ടലങ്ങളുമായിട്ടാണ് കർണൻ ജനിച്ചത് അല്ലെ, സൂര്യദേവന്റെ പുത്രനായിട്ട്. അപ്പൊ അങ്ങനെ അതേ കർണനെ ഈ നരനാരായണന്മാര് തന്നെ കൃഷ്ണനും അർജുനനുമായിട്ട് വന്നിട്ട് വധിക്കാനായിട്ട് ഇടയാകുന്നു. ഒരു കവചവും എന്ത് ചെയ്യുന്നു, അർജുനന്റെ അച്ഛനായ ഇന്ദ്രൻ വന്ന് എരന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അല്ലെ, ബ്രാഹ്മണന്റെ വേഷം കെട്ടി വന്നിട്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ നരനാരായണ ആ ഋഷി നമ്മൾ ഉർവശിയുടെ ആ ഒരു ഉദ്ഭവമൊക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു അല്ലെ. ദേവേന്ദ്രൻ, അങ്ങനെയൊക്കെയുള്ള ആ കഥകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഇവര് തമ്മില് എന്താണ് ഈ പറയുന്ന നരനും നാരായണനും ഒക്കെ തന്നെ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഭഗവാൻ ഇതിന്റെ ഉത്തരം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആ ഒരു ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും. അപ്പൊ നമ്മളിപ്പോ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്, ഇത് ശരിക്കും അർജുനന് അറിയാത്ത ഒരു കാര്യമൊന്നും അല്ല ഇത്. ഈ വിവസ്വാനെ പറ്റിയുള്ള നോളേജ് ശരിക്കും അർജുനന് അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾക്കായിട്ടാണ് ഈ ചോദ്യം അർജുനൻ ചോദിക്കുന്നത്. അർജുനൻ പരമഭക്തനാണ് ഭഗവാന്റെ. ഈ സംശയങ്ങളെല്ലാം നമ്മൾ ഓരോ ജീവാത്മാക്കൾക്കും, ആസുരിക സ്വഭാവമുള്ള നമ്മൾ ഓരോ ജീവാത്മാക്കൾക്കും വേണ്ടിയിട്ടാണ് അർജുനനായിട്ട് ഇത് ചോദിച്ച് ഭഗവാനായിട്ട് അത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആധികാരികമായി ഭഗവാന്റെ വായിൽ നിന്ന് തന്നെ ഇതിന്റെ ഉത്തരം വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് ഓതന്റിക്കേറ്റഡ്, സാങ്ഷൻഡ് അല്ലെ.
ആ ഒരു സ്റ്റാമ്പ് അടിച്ച് കിട്ടും. അപ്പൊ ഇനി അത് ഭഗവാൻ അതിന്റെ ഉത്തരം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. അടുത്ത ശ്ലോകം 5-ാമത്തെ ശ്ലോകമാണ്. ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ പരന്തപാം. ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ പരന്തപാം. ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദേ പരന്തപാം. പത്മ മാതാജി. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ പരന്തപ. കൃഷ്ണ എല്ലാവരോടും ഒരു അഭിപ്രായമാണ്. ഭഗവാൻ ഉവാച എന്ന് പറയുമ്പോൾ അതോടെ കൂടി വായിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. നമ്മള് ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ ഉവാച എന്ന് തന്നെ പറഞ്ഞിട്ട് തുടങ്ങണം. അടുത്തത് വായിക്കാനുള്ള ശാന്തകുമാരി മാതാജി. ശാന്തകുമാരി മാതാജി. പ്രഭു. ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ജ്ഞാതം വേദ്യ പരന്തപ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ലൈല മാതാജി. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ പരന്തപ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശ്രീലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഹേ അർജുന, മേ ച എനിക്കും, തവ ച നിനക്കും, ബഹുനി ജന്മാനി വളരെ ജന്മങ്ങൾ, വിധീതാനി കഴിഞ്ഞിട്ടുണ്ട്, താനി സർവാണി അവയെല്ലാം, അഹം ഞാൻ, വേദ അറിയുന്നു ഓർക്കുന്നു, പരന്തവ ഹേ പരന്തവ, ത്വം നീ, ന വേദ അറിയുന്നില്ല അല്ലെങ്കിൽ ഓർക്കുന്നില്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു. വിവർത്തൻ ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കിതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, അർജുനനെ അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നതാണ്. ശത്രുക്കളെ കീഴടക്കുന്നവനെ എന്നല്ലേ. എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇത്ര എന്ന് പോലും പറയാനായിട്ട് പറ്റുകയില്ല, അത്രയും ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ എന്താണ് ഈശ്വരനും, നീ എന്താണ് മനുഷ്യനുമാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലേ, അല്ലേ? കാര്യം നമ്മൾ ഒരുമിച്ചുണ്ട്, സഖാവും സുഹൃത്തും ഉള്ള നിലയില് നമ്മൾ ഒരുമിച്ച്, അതായത് എന്റെ നിത്യ പാർശ്വതൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ജന്മങ്ങൾ, ഒരുപാട് അവതാരങ്ങൾ നമ്മൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എനിക്ക് അതെല്ലാം ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. കാര്യം ഞാൻ എന്താണ്? ഭഗവാൻ തന്നെയാണ്. പക്ഷെ നീ ജീവാത്മാവായത് കൊണ്ട് നിനക്കതൊന്നും ഓർമ്മിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ള ഒരു കാര്യം അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഈ മറവി എങ്ങനെയാ വന്നെന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു ഓതന്റിക്കേഷനല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്ര ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആരും അത് വിശ്വസിക്കത്തില്ലോ, അല്ലെ? നമ്മൾ സ്ട്രെയിറ്റ് അവേ ഈ ജന്മത്തിൽ പൊട്ടി വീണാണെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഇനിയിപ്പോ എന്താണ്, ഈ ജന്മത്തിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക, സുഖിക്കുക, ഇഷ്ടാനുസരണം ഭക്ഷണങ്ങൾ കഴിക്കുക, ലോകം മുഴുവൻ കറങ്ങി നടക്കുക, എന്താണ് അടിച്ച് പൊളിച്ച് എന്താ നമ്മളെ തിരിച്ചു കടിക്കാത്ത എല്ലാത്തിനും വാരി വലിച്ച് കടിച്ച് തിന്നുക, ഭക്ഷിക്കുക, കറങ്ങുക, നടക്കുക, എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില എന്താണ് പറയുന്നത്, ചില സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന പോസ്റ്റുകളിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷിക്കുക എന്നൊക്കെ പറയുന്നത് കുറെ പ്രവചനങ്ങൾ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്, അല്ലെ? അപ്പം ഈ ഒരു ജന്മമേ ഉള്ളൂ എന്നുള്ളതാണ് അവര് വിശ്വസിക്കുന്നത്, അല്ലെ? ഈ ഒരു ജന്മമേ ഉള്ളൂ. ഈ ജന്മത്തിൽ നമ്മളെല്ലാം ഇവിടെ കൊണ്ട് തീർക്കുക, അനുഭവിച്ചറിയുക. ഇത് തന്നെയാണ് നമ്മളുടെ സ്വർഗവും
നരകവും എല്ലാം. നമ്മൾ ഈ ഭാഗവത്തിൽ പറയുന്ന 28 നരകങ്ങളൊക്കെ അതെല്ലാം ഇവിടെ തന്നെയാണെന്നാണ് അവർക്ക് പറയുന്നത്. നമുക്കറിയാം ഉണ്ടാക്കും നരകലോകങ്ങള്. രാവിലത്തേക്കും എന്താ രാവിലെ മാതാജി? ശാന്തകുമാരി മാതാജി എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല പ്രഭു, മാതാജിനെ ഇല്ല ഇല്ല മാതാജി ഒന്ന് മ്യൂട്ട് ഇല്ല. ചെയ്തിരിക്കൂ. ശരി. അപ്പൊ അങ്ങനെ എന്താണ് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വിട്ടുപോയി. എന്തായിരുന്നു? അപ്പൊ ഈ ഒരു ജന്മം കൊണ്ട് ഇതെല്ലാം അങ്ങ് തീർന്നു. നമ്മൾ ബുദ്ധമതക്കാർ പറയുന്ന നിർവ്വാണം അല്ല, ഈ ഒരു ജന്മം കൊണ്ട് എല്ലാം തീർന്നു. ഇതിനപ്പുറം ഒരു ജന്മം ഇല്ല. നമ്മൾ ഇവിടെ തന്നെയാണ്, സ്വർഗവും നരകവും എല്ലാം തന്നെ. ഇതിനപ്പുറം ഒരു ജന്മം ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു വരുന്ന ഈ പറയുന്ന ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബ്രഹ്മവാദികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഒരു ചുട്ട മറുപടിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെ? അർജുനനായിട്ട് അത് ചോദിച്ചു, ഭഗവാന്റെ വായിൽ നിന്ന് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ജന്മങ്ങൾ ഭഗവാനും അർജുനൻ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ജീവാത്മാക്കളായ നമ്മൾക്കും അതേപോലെ തന്നെ എന്താണ്, അസംഖ്യം ജന്മങ്ങളുണ്ട് എന്നുള്ള ഒരു തത്വം, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ഓതന്റിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്താണ്, ഭഗവാന് ഇതെല്ലാം ഓർമ്മയുണ്ട്. കാര്യം ഭഗവാൻ എന്താണ്, പരബ്രഹ്മമാണ്, അല്ലെ? പരബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷനായതുകൊണ്ട് ഭഗവാന് ഇതെല്ലാം അറിയാം, ഓർക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ ജീവാത്മാക്കളായിട്ടുള്ള നമ്മൾക്ക് അതെല്ലാം ഓർമ്മയില്ല. കാര്യം എന്താണ്, നമ്മൾക്ക് മറവി എന്ന് പറഞ്ഞ ഒരു ഇതോട് കൂടി ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹം. അത് ചിലപ്പോൾ മറവി, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മറവി ചിലപ്പോൾ അനുഗ്രഹമായിട്ട് വരും, ചിലപ്പോൾ അത് ദോഷമായിട്ട് വരും. എപ്പോഴാണ് മറവി അനുഗ്രഹമായിട്ട് വരുന്നത്? ആരും ഓർമ്മയില്ല? ഈ പറയുന്ന കഴിഞ്ഞ ജന്മങ്ങളില് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ പല ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഈ ചെറുപ്പകാലം മുതൽ ചെയ്ത് നമ്മൾ ഒരുപാട് ദുഷ്ടതരങ്ങളും, മറ്റുള്ളവരെ ഉപദ്രവിച്ചതും, ജീവജാലങ്ങളെ കൊന്നതും, നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് പിടിച്ച് ഇങ്ങനെ അതിന്റെ വാലിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പുല്ലിന്റെ നാമ്പ് കയറ്റി വിട്ടിട്ട് പറപ്പിക്കുന്നതും, അതിന്റെ ചിറകൊടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കി വിടുന്നതും, അങ്ങനെയുള്ള എത്ര ക്രൂരകൃത്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? ജീവജാലങ്ങളോടടക്കം പക്ഷിമൃഗാദികളോടടക്കം. നമുക്കറിയാം ധൃതരാഷ്ട്രം 100 പക്ഷികളുടെ കണ്ണൊക്കെ കുത്തി പൊട്ടിച്ച് അദ്ദേഹം 100 ജന്മങ്ങൾ അന്ധനായിട്ട് ജനിക്കാൻ ഇടവന്നു, ശാപം കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെ? അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നമ്മുടെ വിദുരർ എങ്ങനെയാണ് ശാപം കിട്ടി യമധർമ്മദേവൻ ഇവിടെ വന്ന് പിറന്ന് നമുക്ക് ദാസിപുത്രനായിട്ട് ജനിച്ചെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന എന്താണ് പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് എന്തായിരുന്നു? നമ്മളുടെ മറവി. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണോ വേണ്ടയോ? ഇതെല്ലാം ഓർത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മളെ നിത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമോ? അതുപോലെ തന്നെ എനിക്ക് ചെറുപ്പകാലത്ത് കുറെ പേരോട് വൈരാഗ്യം ഉണ്ടായെന്ന് വിചാരിക്കുക. ഞാൻ അത് ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതേ വൈരാഗ്യത്തിന്റെ അതേ തോതിൽ ഞാൻ അത് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുറത്തിറങ്ങി നടക്കാം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റും? ഇവരോടുള്ള വൈരാഗ്യം, വിദ്വേഷം മുഴുവൻ എന്റെ മനസ്സിൽ ഇപ്പോഴും. അതുകൊണ്ടാണ് കാലം മറക്കാത്ത മുറിവുകളൊന്നും ഇല്ല എന്ന് പറയുന്നത്, അല്ലെ? കാലം ഇതെല്ലാത്തിനെയും നമ്മള് എന്താണ്, നമ്മളുടെ പ്രിയപ്പെട്ട ഒരാള് നമ്മുടെ വിട്ടുപോയി, നമ്മുടെ അടുത്ത ഒരാള്, അല്ലെ? ഇതാരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഭവമുണ്ട്. ആ മരിച്ച ആ സമയത്ത്, വിട്ടുപോയ ആ സമയത്ത് ഉണ്ടായിരുന്ന അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് അത്രയും ഒരു ആഘാതം പിറ്റേ ദിവസം ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഓരോ മാസങ്ങൾ കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ ആണ്ടില് ആ ഒരു ദിവസം, ആണ്ട് ആഘോഷിക്കുന്ന ആ ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തെ ഓർത്ത് ഒരു വിഷമോ ഒക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് കുറഞ്ഞു വന്ന് പിന്നീട് ആ ഒരു വിയോഗം നമ്മളെ പൂർണ്ണമായിട്ടും ആ വിയോഗം അങ്ങ് മറന്നേ പോയിരിക്കുന്നു. നമ്മൾ പുതിയ ജീവിത സാഹചര്യങ്ങളുമായിട്ട് എത്ര അടുത്ത, എത്ര സ്നേഹമുള്ള, എത്ര വാത്സല്യമുള്ള എത്ര ആളായിരുന്നാലും ഈ ഭൗതിക പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ് ഈ മറവി എന്ന് പറയുന്ന കാര്യം. ആ മറവി, അങ്ങനത്തെ ഉള്ള ഒരു മറവി നല്ലൊരു മറവിയാണെന്ന് പറയാം, അല്ലെ? ഈ മറവി ഭഗവാൻ തന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾക്ക് ഈ ആൾക്കാരോടുള്ള വിദ്വേഷം ഓർത്തിരിക്കുന്നു, പല ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്നു. ഒരാൾക്ക്
ഒരു പ്രവൃത്തി ചെയ്യാനും പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയുള്ള മറവി എന്താണ്? ഭഗവാൻ അല്ലെങ്കിൽ പ്രകൃതി ഭഗവാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പൊ ഇത് പ്രകൃതിയിൽ അന്തർലീനമായിട്ട് കിടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ മറവി. ഇത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മറവിയാണിത്. എന്നാൽ വളരെ മോശമായിട്ടുള്ള ഒരു മറവിയുണ്ട്. അതെന്താണ്? ആ ഒരു മറവിയാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കാനായിട്ടുള്ള കാരണവും. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഭഗവാനെ നമ്മൾ മറന്നു പോകുന്നു. ഭഗവാനെ മറക്കുക എന്നുള്ള കാര്യം. അല്ല, ഭഗവാനെ മറക്കാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മൾ എവിടെ വെച്ചിട്ടാണ് ഭഗവാനെ ഞാൻ ഇനി മറക്കുകയല്ല എന്ന് പ്രതിജ്ഞ ചെയ്തത്? എവിടെ വെച്ചിട്ടായിരുന്നു? ഗോ- ഗോലോകത്തിൽ. അമ്മയുടെ അല്ല, ഗർഭപാത്രത്തിൽ. എല്ലാരും മറന്നുപോയോ? ഞാനിത് പറഞ്ഞു തന്നെ എനിക്ക് തന്നെ ബോറായി ഈ കഥ പ്രഭു പറഞ്ഞു. ഗർഭപാത്രത്തിലാണ്. ഓ, അമ്മയുടെ അത് തന്നെ, ഏഴാം മാസം. ഗർഭപാത്രത്തിൽ വെച്ചിട്ട്, ഗർഭപാത്രത്തിൽ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ യാതനകൾ അനുഭവിച്ച് എത്ര ജന്മങ്ങൾ എടുത്തല്ല, എത്ര യോനിയിൽ കൂടെ നമ്മൾ പീഡകൾ സഹിച്ച് പുറത്തു വന്ന് ഈ കഷ്ടപ്പാടുകളൊക്കെ എന്താണ്? അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് ആ കുട്ടിയുടെ ആത്മാവിന് എന്താണ്? അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകുന്നു. ഞാൻ ഇത്രയും ജന്മങ്ങൾ എടുത്തു, ഇത്രയും കഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ്? എന്നെ ചുറ്റുകൂടിയിട്ടും കൃമികീടങ്ങൾ വന്നിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ കുട്ടി അമ്മയുടെ വയറ്റിൽ കിടന്ന് അമ്മ എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേന് ഈ കുട്ടിയുടെ കണ്ണെല്ലാം അങ്ങ് നീറി, ശരീരമെല്ലാം എത്ര മൃദുലമായ ശരീരമാണല്ലേ കുട്ടിയുടെ. നമുക്കറിയാമല്ലോ അല്ലെ. നമ്മളൊക്കെ തൊടുന്നതൊക്കെ എത്ര സൂക്ഷിച്ചാണ് കുഞ്ഞു കുട്ടികൾ പുറത്തേക്ക് വരുമ്പോ. അപ്പൊ അതിന് അമ്മയുടെ വയറ്റിനുള്ളിലാകുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഒരു ദ്രാവകം ഇങ്ങനെ വന്ന് പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. എന്നാലും ഈ എരിവൊക്കെ അമ്മ കഴിയും പൊക്കിൾക്കുടിയിലൂടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല ചിക്കനൊക്കെ മസാല ഇട്ട് കൂട്ടി അങ്ങനെ നാവിന് രുചിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ അങ്ങോട്ട് തട്ടുകയാണ് അല്ലെ. ഇതെല്ലാം കഴിഞ്ഞ് കൊച്ചെന്ത് ചെയ്തു? ഈ എരിവ് കാരണം ഞെളിവരി കൊള്ളുന്ന സമയത്ത് എന്താണ് നമ്മള് വിചാരിക്കും, കൊച്ചനങ്ങി, സന്തോഷമായി. അല്ലെങ്കിൽ എന്താണ്? കൊച്ചനങ്ങിയില്ലെങ്കിൽ കുറച്ചു ദിവസം കൊച്ചനങ്ങിയില്ല, ഉടനെ കൊണ്ട് ഡോക്ടറെ കാണാനും സ്കാൻ ചെയ്യാനും പോകണം. കൊച്ചനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. കൊച്ചിന് സഹിക്കാൻ വയ്യാതെ ആകുമ്പോഴാണ് അത് അനങ്ങുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഈ കൊച്ച് അവിടെ കിടന്ന് ഈ ബുദ്ധിമുട്ട്, അപ്പൊ കൊച്ചു തന്നെ വിസർജ്യം തുടങ്ങും. കുറെ അമ്മയുടെ പൊക്കിൾക്കൊടിയിൽ ഭക്ഷണമൊക്കെ ഏറ്റെടുത്ത് കുറച്ച് കഴിഞ്ഞ് വിസർജിക്കാൻ തുടങ്ങും. ആ വിസർജ്യത്തിൽ എന്താണ്? കൃമികീടങ്ങൾ, വലിയ നീളമുള്ള കൃമികളുണ്ടാവും. അതിൻ്റെ അകത്ത് തന്നെയാണ് ഇത് കിടക്കുന്നത് അല്ലെ. അത് കിടന്ന് ഈ കുട്ടിയെ ഇങ്ങനെ കുത്തി ഉപദ്രവിക്കുകയാണ് അല്ലെ. ഇതിന് ഉറങ്ങാനെല്ലാം പറ്റുമോ? അമ്മ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ കൃമികളെല്ലാം കൂടെ കൂടി അതിനെ കുത്തി നോവിച്ചാകെ വിഷമിച്ച് ഞെളിവിരി കൊണ്ട് തലകീഴായിട്ടാണ് കിടക്കുന്നത് അല്ലെ. തലകീഴായിട്ട് നമ്മളെ ഒരാള് തലകീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എത്ര നേരം ആ സ്റ്റേജിൽ കിടക്കാൻ പറ്റും? അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം? അവിടെ കിടന്ന് ഈ യാതനകൾ അനുഭവിച്ചിട്ട് അവസാനം ഈ ഗജേന്ദ്രൻ വിളിച്ച പോലെ ഭഗവാൻ എന്ന് വിളിക്കുകയാണ് അല്ലെ. അപ്പൊ ഭഗവാൻ ഈ നോളേജ് മുഴുവൻ ആ കുട്ടിക്ക് എന്നാ സ്ക്രീനിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന പോലെ, എത്ര ജന്മം, ആ പാട്ടിൽ എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജ്ഞാനപ്പാനയില് നമ്മുടെ കുന്താനം എഴുതിയിട്ടുണ്ടല്ലേ. അമ്മയുടെ ഉദരത്തിൽ വന്ന് പിറന്നു അല്ലെ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതു, എത്ര ജന്മം മണ്ണിൽ കഴിഞ്ഞതു, എത്ര ജന്മം കൃമികളായി കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് പൂന്താനം നമ്പൂതിരി എഴുതി വെച്ചിട്ടുണ്ട് ജ്ഞാനപ്പാനയിൽ അല്ലെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു തരത്തിലും പുറത്തു പോരാണ്ട് പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഈ കുട്ടി എന്താണ്? ഭഗവാനെ അങ്ങ് സ്വന്തം പരമാത്മാവായിട്ട് ആ ഹൃദയത്തിൽ തന്നെ, ആ കുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ പരമാത്മാവിനെ കാണുകയാണ്. ഭഗവാൻ ആ ഒരു ഇത് കൊടുക്കുകയാണ് അല്ലെ. ആ ഭഗവാനെ കണ്ടിട്ട് പറയാണ്, ഇനി ഞാൻ നാരായണ സ്വാമി ഒഴിഞ്ഞ് മറ്റന്യനെ ഞാൻ ഭജിക്കില്ല. നാരായണ സ്വാമി തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് അല്ലെ, ക്ഷീരോദശകായി വിഷ്ണു. ആ വിഷ്ണുവിനെ കണ്ടിട്ട് സുജന മാതാജി മ്യൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ ഈ ഭഗവാനായി നാരായണനെ കണ്ട് പറയുവാണ്, നാരായണ സ്വാമി ഒഴിഞ്ഞ് മറ്റന്യനെ ഞാൻ ഇനി ഭജിക്കില്ല, എന്നെ പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കൂ. ഇനി ഞാൻ ഭഗവാന്റെ നാമമൊക്കെ ചൊല്ലി എന്താണ് ഭഗവാനെ പ്രാർത്ഥിച്ച് കീർത്തിച്ച് ഈ ജന്മമെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് ഇനി ഒരു ജന്മം എടുക്കാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. എന്റെ ഭഗവാനെ ഇനി നിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് ഭഗവാൻ എന്താണ് ഭക്തവത്സലനായതുകൊണ്ടും ഭക്തപരായണനായതുകൊണ്ടും നമ്മളെ എന്താണ് പുറത്തേക്ക് പോകാനായിട്ട് അനുവദിച്ചു. അങ്ങനെ അനുവദിച്ച് ഭൗതിക പ്രകൃതിയായുന്ന ഈ മഹാമായയുടെ മടിത്തട്ടിലേക്ക് ഇങ്ങ് വന്നപ്പോഴത്തേനും മഹാമായ എന്ത് ചെയ്യും? ഇതൊരു കർട്ടനിട്ട് ഇതെല്ലാം അങ്ങ് മറയ്ക്കുന്നു. മറച്ചു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പ്രതിജ്ഞയെല്ലാം മറന്നുപോയി എന്ത് ചെയ്യും? ഇവിടെ തലയിൽ ഇങ്ങനെ
അന്തരീക്ഷത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം കൂടി ഈ തല പുറത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒരു ചതുരത്തില് ഒരു കുറി വരയ്ക്കുന്നത് അല്ലെ, തലക്കുറി എന്ന് പറയുന്നത്. അപ്പൊ ആ തലക്കുറി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ജന്മശിഷ്ടം എന്ന ഈ പരിപാടി നമ്മളെല്ലാം തലക്കുറിയെ കാണുന്നില്ലല്ലോ, ജന്മശിഷ്ടം. അപ്പം എന്റെ ജന്മശിഷ്ടം എന്ന് പറഞ്ഞാൽ ശനി 12 വർഷം 9 മാസം ഇത്ര ദിവസം എന്ന് പറഞ്ഞ ഞാൻ ഓർക്കുന്നില്ല, 23 ദിവസം അങ്ങനെ എങ്ങാണ്ടാണ് എന്റെ തലക്കുറി ശനി ജന്മശിഷ്ടം. അപ്പൊ ശനി ശരിക്കും എത്ര വർഷം ഉള്ളത്? 19 വർഷം. 19 വർഷം. 19 വർഷമുള്ള ശനിയുടെ ഈ 12 വർഷം 7 വർഷം ഇപ്പൊ എവിടെ കഴിഞ്ഞു? എന്റെ അവിടെ ആയിരിക്കില്ലേ? പൂർവ്വജന്മം ഞാൻ ഏത് ദശാകാലത്താണ് മരിച്ചത്? ശനി ദശാകാലത്താണ് മരിച്ചത്. ശനി ദശയിലെ 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് എനിക്ക് ആ സമയത്താണ് മരണം സംഭവിച്ചത്. അതിന്റെ ബാക്കി എവിടെ തൊട്ടാണ്? അങ്ങനെയാണോ പ്രഭു? അങ്ങനെയാണോ ഇത്? ആ അങ്ങനെയാണോ അതെ, അതിന്റെ ബാക്കി ശരി. അതിന്റെ അതെനിക്കറിയില്ല. ബാക്കി ഇപ്പൊ ആദ്യത്തെ 12 അതിന്റെ ബാക്കി 19 ഉള്ള ശനിയുടെ 7 വർഷം എന്റെ കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞു പോയി. അതിന്റെ 12 എനിക്ക് ആദ്യം അനുഭവിച്ചാൽ മതി. മനസ്സിലായല്ലേ? 12 അത് കഴിഞ്ഞ് ശനി കഴിഞ്ഞ ഏതാണ് വരുന്നത്? ബുധൻ 17 വർഷം. ബുധൻ 17 വർഷം കഴിഞ്ഞാൽ കേതു 7 വർഷം. അത് കഴിഞ്ഞ് പിന്നെ ശുക്രൻ 20 വർഷം. ശുക്രൻ 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആദിത്യൻ 6 വർഷം. പിന്നെ ചന്ദ്രൻ 10 വർഷം. പിന്നെ വേറെന്താണ്? ചൊവ്വ 7 വർഷം. 7 വർഷം. അത് കഴിഞ്ഞ് രാഹു 18 വർഷം. അത് കഴിഞ്ഞിട്ട് രാഹു 18 വർഷം. പിന്നെ അടുത്ത് വ്യാഴം 16 വർഷം. ഇല്ല, കേതു കഴിഞ്ഞു പോയി മാതാജി, കേതു കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞായിരുന്നു കേതു. ബുധൻ കഴിഞ്ഞിട്ടാണ് കേതു. ബുധൻ കഴിഞ്ഞിട്ടാണ് കേതു. കേതു എല്ലാം കഴിഞ്ഞു പോയി. ഇതെല്ലാം കൂടെ പ്രഭു 120 വർഷം അങ്ങാണ്ടല്ലേ പ്രഭു? ഇതെല്ലാം കൂടെ എണ്ണി നോക്കുമ്പോ ആ 100 വർഷത്തിനടുത്ത് ആ രീതിയിലാണ് വരുന്നത്. കൂട്ടി നോക്കുമ്പോ ഒരു പുരുഷായുസ്. ഇങ്ങനെയാ. അതിനൊരു ശ്ലോകമുണ്ട്. എന്നാ പറയാ, ആദിത്യനാറ് ശശിപത്ത് കുജനന്നരേഴ് എന്ന് പറഞ്ഞിട്ടൊരു. ഇത് നാളെ നോക്കുന്നവര് പറയുന്നതാണല്ലോ പ്രഭു, ഇതും പഠിച്ചിട്ടുണ്ടോ? തലക്കുറി വരയ്ക്കത്തില്ല. തലക്കുറി, അതെ. അത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോ ഒരു വിഷയമായിട്ട് എടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്റെ ഇപ്പൊ ഒന്നും അച്ഛൻ ഓർമ്മയില്ല. അച്ഛൻ പാടുന്ന കേൾക്കാറ് എന്നൊക്കെ നോക്കുമ്പോ ഇങ്ങനെ ഇത് പാടിയേ, ഈ ശ്ലോകം പാടിയിട്ടാണ് പറയുന്നത്. അതെ അതെ അതെ, ആ ഒരു ശ്ലോകമാണ്. മൂർത്തിത്തെ പരികൽപ്പിത ശശവ്രതോ വർമാ പുനർജന്മന ആത്മേത്യാത്മവിധാൻ കൃതിശ്ചേജത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഇതൊക്കെയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. പ്രഭു അശ്വതിയുടെ ഒന്ന് നോക്കി പറയണേ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഈ നാട്ടുകാരനും അല്ല. ഇനിയിപ്പോ എല്ലാം പറയേണ്ടവര്. ഇല്ല, ഞാനത് ആ സമയത്ത് പഠിച്ചു എന്നേ ഉള്ളൂ, പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്തേക്ക് പോന്നു. പിന്നെ അത് യാതൊന്നും തന്നെ നോക്കിയിട്ടില്ല. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ വിദ്യ അകന്നു പോകും. അങ്ങനെയാണ്, ഞാൻ മറന്നു പോകും. അതുകൊണ്ട് എനിക്ക് അത് ചെയ്യണമെങ്കിൽ നമ്മൾ അന്ന് തൊട്ടേ ഒരു വെളുപ്പിനെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇറങ്ങി അന്തരീക്ഷത്തിലൊക്കെ നോക്കി അന്നത്തെ പഞ്ചാംഗം ഗ്രഹനിലയൊക്കെ വരച്ച് അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു മൂർത്തി വരണം. ആ മൂർത്തിയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് നമുക്കിത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ എന്റെ മൂർത്തി ആരാണെന്ന് എനിക്ക് കിട്ടി. പക്ഷെ ആ മൂർത്തി എന്നെ കൊണ്ട് എന്താ പറയുമ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ക്ലാസ് എടുപ്പിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ മൂർത്തി 5-ാം ഭാവമാണ് നോക്കുന്നത്. 5-ാം ഭാവം ലഗ്നം തൊട്ട് 5-ാമത്തെ ഭാവത്തിലാണ്. നമ്മുടെ ഇഷ്ടദേവത ആരാന്ന് നമുക്ക് അറിയത്തില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ജാതകത്തിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാ എന്ന് പറയുന്ന സാധനമുണ്ട്. ലാ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ഓഫ് ബർത്ത് ആണ്. ബർത്തിന്റെ ടൈമിൽ നമ്മളുടെ ജനനം സംഭവിച്ച സമയത്ത്, അതായത് അമ്മയുടെ എന്താ പറയുക വയറ്റിൽ നിന്ന് തല പുറത്തേക്ക് വരുന്ന ആ സമയത്ത് ടൈം ഓഫ് ബർത്ത് ഡോക്ടേഴ്സ് ഒക്കെ നോക്കുന്നില്ല. ആ ടൈം ഓഫ് ബർത്തിന്റെ സമയത്ത് അന്തരീക്ഷത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുന്ന രാശിയാണ്. അതാണ് നമ്മുടെ ജന്മരാശി, ലഗ്നരാശി. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ മുഴുവനും കാര്യങ്ങൾ വരുന്നത്. ആ ജന്മലഗ്നത്തെ ആ ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ ഈ പറയുന്ന 5-ാമത്തെ രാശി, നമ്മുടെ ഭാവി, നമ്മുടെ പുത്രന്മാര്, ഇതൊക്കെ 5-ാമത്തെ ഭാവത്തിലാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടദേവനും അവിടെ തന്നെയാണ് വരുന്നത്, നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്ന ദേവൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇടവ ലഗ്നമാണ്. ഇടവം എന്ന് പറഞ്ഞ എന്താണ്? ഇടവ ആരുടെ സ്വരൂപമാണ്?
ആ പറയൂ മാതാജി, അങ്ങ് പറയൂ, തുറന്നു പറയൂ, ശരിയാ പറഞ്ഞ. എന്റെ കൃഷ്ണ. ആട് ആട് ആടല്ലേ? അല്ല, ആട് അത് മേടമാണ്. ആട് മേടം. മേടം. ഇടവം കാള. കാളയാണ്. ഉം. ഇടവം കാള. ഒരു മിഥുൻ ഒരു ആരാണ്? മിഥുനം. ഉറപ്പില്ല പറയാനതാ. മിഥുന രാശിയുടെ സ്വഭാവം എന്താണ്? ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ. മത്സ്യങ്ങൾ. അത് തന്നെ, യുവമിഥുനങ്ങള് ഇരിക്കുന്ന രീതിയിലാണ് യുവമിഥുനം. യുവമിഥുനങ്ങള്. പിന്നെ കർക്കിടകം ആരാണ്? ഞണ്ട്. എല്ലാം പറഞ്ഞേ. ഞണ്ട്. ചിങ്ങം അറിയില്ല. സിംഹം. സിംഹം. ആ. കന്നി പഞ്ചാംഗത്തിൽ ഓരോ പദമുണ്ട്. കന്യക. തുലാം ത്ലാസ്. ത്രാസ്. വൃശ്ചികം തേള്. തേള. ധനു ധനുസ്. അമ്പും വില്ലും എന്തിയാള് അല്ലെ? ധനു. മകരം മീന്, മത്സ്യം. മകര മത്സ്യം എന്ന് പറയും. മകര മത്സ്യം ഒരു മുതല ഒരു മാനിനെ പിടിച്ച് വലിച്ചു താഴ്ത്തുന്ന രീതിയിലാണ്. കുംഭം കുടം. കുടം. പിന്നെ മീനം മത്സ്യം. രണ്ട് മത്സ്യങ്ങൾ ഇങ്ങനെ പിണഞ്ഞിരിക്കുന്ന രീതിയിലുള്ള രൂപമാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ രൂപങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? സയന്റിഫിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാശി അന്തരീക്ഷത്തിൽ ഉദിച്ച് പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മള് വൃശ്ചിക രാശിയിൽ നമ്മൾ തെളിഞ്ഞ ആകാശത്ത് വൃശ്ചിക രാശി അന്നത്തെ പഞ്ചാംഗത്തിൽ നോക്കുമ്പോൾ വൃശ്ചിക രാശിയാണ് ഇന്ന് രാത്രിയിൽ ഉദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ കടൽ തീരത്തോ അല്ലെങ്കിൽ വളരെ ഒരു സമതല പ്രദേശത്തോ ചെന്ന് അന്തരീക്ഷത്തിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തി നോക്കി കാണാം, വൃശ്ചികം തേളിന്റെ ആകൃതിയിൽ ഒരു നക്ഷത്രക്കൂട്ടത്തെ കാണാൻ സാധിക്കും. അതാണ് വൃശ്ചിക രാശി. കുംഭം രാശിയിൽ ആണ് അന്നത്തെ ദിവസം രാത്രിയിൽ ഉദിച്ചു നിൽക്കുന്നതെങ്കിൽ മേഘമൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞ ആകാശ സമയത്ത് അന്ന് നമുക്ക് കുംഭത്തിന്റെ രൂപത്തിൽ നക്ഷത്രങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. കുംഭം കുടത്തിന്റെ രീതി. ചിങ്ങം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ രീതിയിൽ. അപ്പൊ ഇങ്ങനെ ഓരോ രാശിയുടെയും സ്വഭാവം അനുസരിച്ചിട്ട് ആ രാശിയായിട്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ കൂടി വന്നിരിക്കുകയാണ് ആ രാശിയുടെ രൂപത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടിരിക്കുന്നത്. അന്നത്തെ ശാസ്ത്രകാരന്മാർ ഈ ടെലിസ്കോപ്പ് ഇതൊന്നും ഉപയോഗിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്തത്. വാന നിരീക്ഷണമൊക്കെ നടത്തി ആണ് അതൊക്കെ ചെയ്തത്, ജ്യോതിശാസ്ത്രമൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് ഈ രാശിയുടെ സ്വഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലേ. അപ്പം ഈ മേടം രാശിയിൽ ജനിച്ച ആൾക്കാർക്ക് പൊതു സ്വഭാവങ്ങൾ ഉണ്ടാകും. വേറെ അതിന് വൈരുദ്ധ്യങ്ങളൊക്കെ വരും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ സ്ഥിതി അനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും മേടരാശിയിൽ അനുഭവിച്ച പൊതു സ്വഭാവം എന്താ? ആടിന്റെ സ്വഭാവമായിരിക്കും. എന്താണ് ആടിന്റെ സ്വഭാവം? എപ്പോഴും എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുക അല്ലെ? അങ്ങനെ. പിന്നെ അവരെന്താണ് ഒരു വിവേചനം ഇല്ലാതെ ആട്ടുമുട്ടന്മാരെങ്ങനെ ഇടിക്കുന്നതാണെന്ന് തല പൊട്ടി ചോര ഒലിച്ചാൽ പോലും അതുങ്ങളിൽ നിന്ന് ഇടിച്ചുകൊണ്ടിരിക്കില്ല. ഒരു വിവേചനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും ചിലപ്പോൾ. അതുപോലെ തന്നെ ഇടവത്തിന്റെ സ്വരൂപം എന്താണ്? കാള. കാളയുടെ ഒരു ഇതെന്താണ്? എപ്പോഴും ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക അല്ലെ, ചുമന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. വണ്ടിക്കാള എപ്പോഴാണ് യജമാനാറിൽ കണ്ടിട്ടുണ്ടോ? വണ്ടിക്കാള കണ്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും പ്രമോഷൻ കിട്ടി യജമാനാന്ന് കണ്ടിട്ടുണ്ടോ? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വണ്ടി വലിച്ച് കൊണ്ടുപോകുവാണ് അല്ലെ. റിട്ടയർമെന്റ് ഒന്നുമേ ഇല്ല. ഇങ്ങനെ പ്രഭു നല്ല അടിയും കിട്ടും. ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥയാണ് എനിക്കും. അതുകൊണ്ട് ഞാൻ ഇടവരാശി തിരിച്ച ആളാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരേ പൊസിഷനിൽ ഇരിക്കുവാണ്. ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ 20 വർഷമായിട്ട് സീനിയർ എഞ്ചിനീയർ പൊസിഷനിൽ ഇരിക്കുകയാണ്. ഒരു പടി അതിൽ നിന്ന് കയറിയിട്ടില്ല. ഇപ്പോഴും അതേ പൊസിഷനിൽ തന്നെ. സാലറിയിൽ ഒരു വ്യത്യാസമില്ല. അപ്പൊ അതാണ് ഇടവരാശിയുടെ സ്വഭാവം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ഗ്രഹങ്ങള് ഈ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന ജന്മശിഷ്ടവും അതുപോലെ തന്നെ ഈ തലക്കുറി അങ്ങ് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മഹാമായയുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാമായയുടെ നിയന്ത്രണത്തിലായി. പിന്നെ നമ്മൾക്ക് യാതൊന്നും തന്നെ ഓർമ്മയില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഭഗവാന് നമ്മളോട് കൃപയാണല്ലേ. നമ്മൾ വന്ന വഴി മറക്കുക എന്ന് പറയുന്നതാണ്. ഭഗവാനോട് ചെയ്ത പ്രതിജ്ഞ നമ്മൾ മറന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ മറവി എന്താണ്? നല്ല മറവി അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? അത്ര ഭക്തജനവത്സലനായതുകൊണ്ടും ഭക്താഭീഷ്ട വരപ്രദായകനായതുകൊണ്ടും ഒക്കെ തന്നെ ഭഗവാൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരു ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ ഒരു സത്സംഗമോ ഒക്കെ കാണിച്ചു തരും നമ്മളോട്. അല്ലെങ്കിൽ നീ ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോവുക,
അങ്ങനെ പല വഴികൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ എന്നിട്ടും നമ്മൾ നേരെ ആകുന്നില്ലെങ്കിൽ അത് ഭഗവാന്റെ കുഴപ്പമല്ല അത്, അല്ലേ? ഈ സത്സംഗത്തിൽ പോയി നീ ചേരൂ, സ്ഥിരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ഭഗവത്ഗീത പഠിക്കൂ, ഭാഗവതം പഠിക്കൂ, നല്ലൊരു വ്യക്തിയെ കണ്ടുമുട്ടാൻ എവിടെയെങ്കിലും പോയപ്പോഴത്തേന് അദ്ദേഹം പറയാം, ഓക്കെ നാമമൊക്കെ ജപിക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ആകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഒക്കെ ആണ് ഭഗവാന്റെ ഉത്തരവാദിത്തം അല്ലത്. നമ്മളെ ഒരു സത്സംഗത്തിൽ വരെ എത്തിച്ചു, പിന്നെ അവിടെ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഏതാണ് നമ്മളുടെ യഥാർത്ഥ ഭവനം, നമ്മൾ ഭഗവാനോട് ചെയ്ത പ്രതിജ്ഞ എന്താണ്, എനിക്ക് ഇനിയും ഈ പറയുന്ന ഭൂലോകത്തിൽ ഒരുപാട് നാൾ ജീവിക്കാനാണെങ്കിൽ നീ അങ്ങനെ തന്നെ ജീവിക്കൂ. ഇനി നിനക്ക് തിരിച്ചു പോരാനാണെങ്കിൽ, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോരാനാണെങ്കിൽ നീ അതിനുള്ള കാര്യങ്ങള് കാര്യകർത്താക്കളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ പ്രോസസ്സ് പിന്തുടരൂ എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത് ഭഗവാൻ, അല്ലെ? ആചാര്യന്മാരിലൂടെ. അപ്പൊ നമ്മൾ ആ പ്രോസസ്സിലുള്ള ഒരു കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പോകുന്നത് അത്ര എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം എത്രമാത്രം നമ്മൾ ഈ പ്രോസസ്സിൽ പോകുമ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു നമ്മുടെ കുടുംബം ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളുടെ കുടുംബത്തിൽ പലർക്കും ഇത് ഇഷ്ടപ്പെടില്ല. നമുക്ക് വളരെ വലിയ എതിർപ്പുകൾ, നമ്മുടെ അത്രയും വെറുക്കപ്പെട്ട ആൾക്കാർ ഈ ലോകത്തിൽ കാണത്തില്ല. ആരെങ്കിലും ഒരാൾ കുടിയനാളിൽ 4 കാലിൽ നടന്നാലും ഡീസന്റ് ആണ്, അല്ലെ പറയാനായിട്ട്. ഓക്കെ, നല്ല പുള്ളി രാത്രിയിൽ 2 എണ്ണമൊക്കെ വിട്ടിട്ട് അവിടെ ഇരിക്കും. ചില ദിവസം എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ പറയും, വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. പക്ഷെ ഒരു ഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഒരു ഭക്തനാണെങ്കിൽ എന്താണ്, എല്ലാം താറുമാറായി, പിന്നെ ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ആ ഒരു രീതിയിലേക്ക് ആൾക്കാർ മാറി. ഒരു കൃഷ്ണാഭോഗത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്തുമാത്രം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഈ ജീവിതത്തിൽ എന്തുമാത്രം പ്രതിബന്ധങ്ങൾ, കൂട്ടുകാരുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കൂട്ടുകാരെല്ലാരും വിട്ടുപോകും. ഇവൻ എന്തെങ്കിലും വട്ട അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് പറയും. അപ്പൊ കൂട്ടുകാരെല്ലാരും ഒറ്റപ്പെടും. നമുക്ക് പുറത്തു പോയി കഴിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇവരും എല്ലാം ഇങ്ങനെ കടിച്ചു വലിക്കുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയുള്ള ഏരിയ വിട്ടുമാറും. അപ്പൊ നമ്മൾ എന്തെയും വേറെ ഒരു അന്യഗ്രഹ ജീവികളെ പോലെയാണ് അവരെല്ലാരും കാണുന്നത്. ഇതെല്ലാം നമ്മൾ ത്യജിച്ചു ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ആർക്കും നമ്മൾ ഈ 16 മാല ജപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടി? നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തിനു സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്, വികസിപ്പിച്ചിരിക്കുകയാണ്, അല്ലെ? 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. പക്ഷെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, സമയം ഉണ്ടാക്കി തരുവാണ്. അപ്പൊ അങ്ങനെ ഒരു ഭക്തിയുത സേവനം ചെയ്ത് നമുക്കറിയാം, കൃഷ്ണാഭോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വരാൻ എളുപ്പം, പോകാൻ അതിൽ വേറെ എളുപ്പം, അല്ലെ? നിലനിൽക്കുക എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഈ ക്ലാസ്സിൽ 19 പേരുള്ള ക്ലാസ്സിൽ ഇപ്പൊ ഇന്ന് എത്രയാണ്? 13 പേര്, ഞാനടക്കം 13 പേര് വരുന്നുണ്ട്. ഇന്നാണ് കൂടുതൽ, അല്ലെങ്കിൽ 6 or 7 പേരേ ഉണ്ടായിരുന്നുള്ളൂ കുറെ ദിവസങ്ങളിലായിട്ട്. കാര്യം നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അത് ഇന്ന് കാണുന്ന ആളെ നാളെ കാണുന്നില്ല. പക്ഷെ ഞാൻ ചിലരോടൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ മറന്നു പോകുന്നു. ഇന്നാണ് ഒരു മാതാജിയുടെ റിപ്ലൈ വന്നത്, ഗീതാ മാതാജിക്ക് കയറാൻ പറ്റില്ല, സമയത്ത് എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്. ഇത്രയും ദിവസം ഞാൻ ഓർത്ത് മാതാജി മൊബൈലിൽ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. സ്ഥിരം കയറുന്ന ഒരാളാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പോലും മറന്നു പോകും. ചിലപ്പോൾ എന്തെങ്കിലും വളരെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരും അപ്രതീക്ഷിതമാണ്. വിലാസിനി മാതാജി, എനിക്ക് വളരെ വിഷമമാണ്. ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ ഇല്ല, ഒന്ന് വിളിക്കാനും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ആദ്യം മുതൽ വൃന്ദാവനം മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, കാണുന്നില്ല ഇപ്പം. അങ്ങനെ എത്ര പേര് അപ്രതീക്ഷിതമായല്ലേ? ഇതാണ് നമ്മളുടെ ഒക്കെ അവസ്ഥ. അതായത് ഒരു വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ 50 വയസ്സായി കഴിഞ്ഞാലും ആൾക്കാർക്ക് ചോദിക്കുന്നതാണ്, ഈ ഭക്തി മാർഗത്തിൽ പോകാനായിട്ടുള്ള പ്രായം ആയോ എന്നാണ് ചോദിക്കുന്ന ആൾക്കാർ. ഇതിനിപ്പോ പ്രായപരിധി ഉണ്ടോ? അതോ 70-75 കഴിഞ്ഞിട്ട് മതിയോ? ഇത് 75-80 ആയി കഴിഞ്ഞിട്ടാണോ ഭക്തിമാർഗത്തിൽ പോകേണ്ടത്? നമുക്കറിയാം, നമുക്ക് ആയുസിനെ പറ്റി എന്തെങ്കിലും ഷുവറിറ്റി ഉണ്ടോ? ഒരു ഷുവറിറ്റി ഇല്ല. എപ്പം വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും സംഭവിക്കാം. അത് കൊച്ചു പിച്ചടക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്, അല്ലെ? അപ്പോൾ നമ്മള് ഇത് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അനേക കോടി ജന്മങ്ങള് ചുരുക്കിയിട്ട് ഇതിന്റെ ബാക്കി ഭഗവാൻ അങ്ങനെ ഒരു ആനുകൂല്യം കൂടെ തരുന്നു. നമ്മൾ ഇവിടെ എന്ത് ചെയ്തോ അതിന്റെ ബാക്കി അടുത്ത ജന്മം ചെയ്താൽ മതി. നമുക്കിവിടെ ഒരു ഗുരുവിനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ് നമുക്ക് പോകാനൊക്കെ. ഗുരുവിന്റെ ആ ഒരു സഹായം കൂടെ കിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഭഗവാന്റെ അടുത്തേക്ക് പോകാനൊക്കെ. ഗുരുവിനെ കിട്ടിയില്ല എങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വൈഷ്ണവരുടെ വീട്ടിലെങ്കിലും ജനിക്കാനായിട്ട് സാധ്യത ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് ഒരു ഗുരുവിനെ കിട്ടിയിട്ട് പിന്നെ
ആ ഒരു ജന്മം കഴിഞ്ഞ് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഭഗവാന്റെ നാമം ഓർക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ച് പേര് നമ്മുടെ അടുത്ത് നിന്ന് ജപിക്കുവോ, ആരുടെയും പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നമ്മുടെ അടുത്ത് നിന്ന് മരിക്കാവുന്ന സമയത്ത് കുറെ പേര് നാമം ജപിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ, ഭാഗവതം അതൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപരിലോകത്തേക്കെങ്കിലും പോകാനായിട്ട് പറ്റും. പിന്നെ അവിടെ നിന്നുകൊണ്ട് ശ്രമിച്ചാൽ മതി ഇതിന്റെ ബാക്കി, അല്ലേ? അപ്പൊ എപ്പോഴും നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്ത ഭക്തിയുത സേവനം. ബാങ്കിൽ കിടന്നു കഴിഞ്ഞാൽ കള്ളം കൊണ്ടുപോകും, അല്ലെങ്കിൽ ബന്ധുക്കൾ അടിച്ചുകൊണ്ട് പോകും. അതിനു വേണ്ടി തമ്മി വഴക്ക് പിടിക്കും, അല്ലെ? നമ്മളുടെ സമ്പാദ്യമൊക്കെ. ഈ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ചോർന്നു പോകുന്നില്ല, നമ്മൾ ഭക്തിയുത സേവനത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നിനക്കിത് ഒന്നും ഓർമ്മയില്ല, അല്ലെങ്കിൽ എനിക്കിതെല്ലാം നല്ല ഓർമ്മയുണ്ട് എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇവിടെ അത് പറയുവാണ്. എണ്ണമറ്റ ജന്മങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ നമുക്ക് എത്ര ജന്മങ്ങൾ കഴിഞ്ഞു പോയെന്ന് ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവും, അല്ലെ? നമ്മൾ ഈ അടുത്തിടയിൽ ശ്രീലപ്രഭാതരുടെ ഒരു ലെക്ചറിൽ നിന്ന് കോട്ട് ചെയ്തൊരു കാര്യങ്ങള് എവിടെയോ ഞാൻ കേട്ടിരുന്നു. ഞാൻ ഈ ക്ലാസ്സിലാണോ പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയാം. ഈ ക്ലാസ്സിലാണോ വേറെ ഏതെങ്കിലും ക്ലാസ്സിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു 10-22 വയസ്സുള്ള ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു ആള് ഇതേപോലെ ശ്രീലപ്രഭാതരുള്ള സമയത്താണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു സാവിത്രി മാതാജിക്ക് അറിയാമായിരിക്കും, ആ ഭാഗവതം ക്ലാസ്സിലൊക്കെ ആരോ പറഞ്ഞ ഒരു കഥയാണ്, അല്ലെ? കഥയല്ല, നടന്ന സംഭവം. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു മാതാജിയായിട്ട് ഈ കീർത്തനമൊക്കെ പാടും, ഒരു മാതാജിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ശണ്ട കൂടുകയൊക്കെ ചെയ്യും. ഈ ബ്രഹ്മചാരിയായിട്ടുള്ള ഈ പ്രഭു 22 വയസ്സേ ഉള്ളൂ. എന്തോ ഒരു ഹൃദയാഘാതം അങ്ങനെ എന്തോ വന്ന് ഇദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് വീണ്ടും ഒരു വൈഷ്ണവരുടെ ഇതില് ജന്മം എടുക്കാൻ, ഒരു ഫാമിലിയിൽ ജന്മം എടുക്കാനായിട്ട് പറ്റി. അപ്പൊ വൈഷ്ണവരുടെ ഫാമിലി ഈ കുട്ടിക്ക് അറിവ് വന്നപ്പോൾ മുതൽ പെൺകുട്ടിയായിട്ടാണ് ജനിച്ചത്. ബ്രഹ്മചാരിയായിട്ടുള്ള ആ ഒരു പ്രഭു പിറ്റേ ജന്മം പെൺകുട്ടിയായിട്ടാണ് ജനിച്ചത്. ഇത് എങ്ങനെ മനസ്സിലാക്കി? ഇതെന്താ വല്ല സ്റ്റെതസ്കോപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതെങ്ങനെയാ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് കുറച്ച് പോകെ വലുതായി വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇതിന് പൂർവ്വജന്മത്തെ പറ്റി ഓർമ്മ വരികയും, ഞാൻ ഇന്ന വീട്ടിലാണ്, ഇന്ന അച്ഛന്റെ അമ്മയുടെ മകനായിട്ടാണ് പിറന്നിരുന്നത്, ആണായിട്ടായിരുന്നു. അതുപോലെ തന്നെ ആ വിരോധം ഉണ്ടായിരുന്ന മാതാജിയായിട്ട് ആ മാതാജിയായിട്ട് വഴക്കുണ്ടാക്കിയതിന്റെ പേരിലാണ് പെണ്ണായിട്ട് ജനിക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആ വീട്ടില്, അതായത് എനിക്ക് ഈ വീട് നല്ല പരിചയം, വിരോധമല്ലല്ലോ, ഒരു ഇഷ്ടമായിരുന്നല്ലേ പറഞ്ഞേ? വിരോധമുള്ള പോലെ എന്തോ വഴക്കുണ്ടാക്കിയെന്നാണ് അങ്ങനെ എന്തോ കേട്ട പോലെ എനിക്ക്. പറയാത്തൊരിഷ്ടം, ഉള്ളില് പറയാത്തൊരിഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തൊരിഷ്ടം, അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മ. ഞാൻ ഇങ്ങനെയാണ് എന്റെ മനസ്സിലെത്തിയത്. ഇംഗ്ലീഷിലുള്ള അതെ ക്ലാസ് അല്ലേ? ആയിരുന്നു അത്. ഇത് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കുഞ്ഞുമ്മ പ്രഭുവിന്റെ ക്ലാസ്സിലാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുമമ്പ്രഭുവിന്റെ ക്ലാസ്സിലാണോ? അതെ, ശരിയാ. ഇപ്പൊ ഓർമ്മയുണ്ട്, കുഞ്ഞുമമ്പ്രഭുവിന്റെ ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ ഭഗവത്ഗീതയ്ക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, പോകണം. അതുകൊണ്ട് ആരതിയൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ ലീവ് ചെയ്തോട്ടെ. എനിക്ക് കേൾക്കാൻ ഇഷ്ടമായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. കൃഷ്ണ പറഞ്ഞ മാതാജി. മാതാജി എന്നാ ശരി, എന്നാ ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? എവിടെ വരെയാണ് പറഞ്ഞത്? പുനർജന്മത്തെ അവിടെ എത്തിയത്. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം എന്ത് ചെയ്തു, ഇദ്ദേഹം വന്ന പഴയ സത്സംഗം നടത്തിയ സ്ഥലങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. അതായത് പുനർജന്മത്തിന്റെ ശരിയായിട്ടുള്ള സാക്ഷി അനുസരിച്ച് പിന്നെ ഇദ്ദേഹത്തെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ പഴയ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന ആളായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുനർജന്മം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ശ്രീലപ്രഭാതര് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. അതാണ് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. ശ്രീലപ്രഭാതരെ പറ്റിയുള്ള അതുപോലെയുള്ള ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ അതീന്ദ്രിയജ്ഞാനികളാണ്, അല്ലെ? അവർക്ക് എന്താണ് കാലാകാലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, വരാൻ പോകുന്നു എന്നൊക്കെ അറിയാനായിട്ട് പറ്റും, അല്ലെ? അദ്ദേഹം ഇനി ഒരു നല്ല കുടുംബത്തിൽ ജന്മം കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അതായത് അദ്ദേഹം വൈകുണ്ഠ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞവരോടൊക്കെ നല്ല ഒരു വൈഷ്ണവ ഫാമിലിയിൽ ജനിക്കാനുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളാണ് പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ട്? നമ്മളൊക്കെ എപ്പോഴും വൈകുണ്ഠം പോകാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ
ഒരു സാധാരണക്കാരാണെങ്കിൽ നമ്മൾക്ക് വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പറയും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അല്ലെ. പക്ഷെ ശ്രീല പ്രഭുപാദരെ അദ്ദേഹത്തിന് അതീന്ദ്രിയജ്ഞാനം ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്, നല്ലൊരു വൈഷ്ണവ ഫാമിലിയിൽ വന്ന് പിറവി എടുത്തിട്ട് വീണ്ടും എന്താണ് വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് അല്ലെ. അപ്പൊ അദ്ദേഹം അല്ല, വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്, നല്ല വൈഷ്ണവ ഫാമിലി ജനിക്കാൻ വൈഷ്ണവ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ എന്താണ് ഇദ്ദേഹം വീണ്ടും ജനിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വൈകുണ്ഠ പ്രാപ്തിയിലേക്ക് പിന്നെ പോകാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ ഇത് കൊണ്ട് ചെയ്യുന്നതിന്റെ ഒക്കെ അർത്ഥം, ഈ ചെയ്യുന്നതെല്ലാം തന്നെ വെറുതെ ഉള്ള ഒരു കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അതിന്റെ സീരിയസ്നെസ് എടുക്കണം. അല്ലായെങ്കിൽ വെറുതെ കുറച്ച് കഥ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ ക്ലാസ് ഓൺ ആക്കി വെച്ചിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന എന്താണ്, മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെയ്യും. വളരെ കുറച്ച് പേരേ ഉള്ളൂ നമുക്ക് വീഡിയോയിൽ കാണാനുള്ളൂ. അപ്പം ബാക്കിയുള്ളവരൊക്കെ ആയിതർ ചിലപ്പം ഉറങ്ങുമായിരിക്കാം, ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പം എന്താണ് ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ ഒച്ച വെക്കുകയോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അതുകൊണ്ടായിരിക്കാം പലപ്പോഴും പലരോടും ഞാൻ ചോദിക്കുമ്പോൾ ഇന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞാണല്ലോ എന്ന് പറയുമ്പോൾ ആർക്കും അറിയില്ല, ഓർമ്മയില്ല. ഞാൻ 10 തവണ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോടും ചോദിക്കുമ്പോൾ ഒരു ഓർമ്മ കാണുന്നില്ല. അതിന്റെ അർത്ഥം പലരും ക്ലാസ്സിൽ പക്ഷെ ശ്രദ്ധിക്കുന്നില്ല പ്രഭു എന്ന് തന്നെയല്ലേ. പ്രഭു പ്രഭു ഞാൻ ഇവിടെ ക്ലാസ്സിന് വന്നിരുന്ന ഒരു ജോലിക്കും പോകില്ല, ഇവിടെ നിന്ന് എഴുന്നേക്കത്തേ ഇല്ല. പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല, അതെയോ? ഓർമ്മ കിട്ടത്തില്ല, മാതാജിയുടെ കാര്യമല്ലേ പറഞ്ഞു, മാതാജിക്ക് ഇത്രയും പ്രായമായില്ലേ. ഹരേ കൃഷ്ണ. ഓർമ്മ കിട്ടൂല. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം നോക്കാം. സാരമില്ല. അപ്പം എന്താണ് നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് ഇത്രയും പേരെങ്കിലും ഉണ്ടല്ലോ. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടല്ലോ ഇല്ലെങ്കിലും എനിക്കൊരു പ്രചോദനമല്ല ഇത്രയും പേരെ ഇങ്ങനെ കാണുന്നത് തന്നെ. അത് തന്നെ വലിയ ആശ്വാസം. ഹരിപോൾ. 12 അപ്പം പേരുണ്ട്, 12 ലക്ഷം പേരുണ്ട്, 12 ലക്ഷം. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം വായിക്കാം. ഭാവാർത്ഥം നമ്മൾ വായിക്കാനായിട്ട് നമുക്ക് ഷിബി മാതാജി. ഭാഗവതം ശ്രീഭഗവത്ഗീ ബ്രഹ്മസംഹിതയിൽ ഭഗവാന്റെ അനേകം അവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്വൈതം അച്യുതം അനാദി അനന്തരൂപ ആദ്യം പുരാണ പുരുഷം നവയൗവന ച വേദേഷു ദുർലഭമാത്മഭക്തൗ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആദ്യനും നിരപേക്ഷനും അച്യുതനും തുടക്കമില്ലാത്തവനും ഏറ്റവും പ്രായം കൂടിയവനും അനന്തമായ രൂപങ്ങളോട് കൂടിയവനും എന്നാൽ നവയൗവനയുക്തനുമായ ഗോവിന്ദനെ കൃഷ്ണനെ ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹം വേദപണ്ഡിതർക്ക് ദുർലഭമായി ഗ്രാഹ്യമാവും. വിശുദ്ധ ഭക്തന്മാർക്കാകട്ടെ എന്നും പ്രത്യക്ഷമാണ്. രാമാദിമൂർത്തിഷു കലാ നിയമേനി തിഷ്ഠൻ നാനാവതാര മകരോ ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം പരമാൻ പുമാന്യോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളായും അംശാവതാരങ്ങളായും നിലകൊള്ളുകയും കൃഷ്ണനെന്നറിയപ്പെടുകയും ശ്രീകൃഷ്ണ ഭഗവാനായി തന്നെ സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഭഗവാൻ അദ്വയനെങ്കിലും എണ്ണമറ്റ ആകൃതികളിൽ പ്രകടമാകുന്നുവെന്ന് വേദങ്ങളും ഘോഷിക്കുന്നുണ്ട്. സത്തയിൽ മാറ്റമില്ലാതെ തന്നെ നിറം മാറുന്ന വൈഡൂര്യക്കല്ല് പോലെയാണ് ഭഗവാൻ. ഈ രൂപാന്തരങ്ങളെല്ലാം ഭഗവാന്റെ തികഞ്ഞ ശുദ്ധ ഭക്തന്മാർക്ക് ഗ്രാഹ്യമാണ്. വേദപഠനം കൊണ്ട് മാത്രം ഈ കഴിവ് ഉണ്ടാവില്ല. വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തവും. ഭഗവാന്റെ സന്തത സഹചാരികളാണ് അർജുനനെ പോലുള്ള ഭക്തന്മാർ. ഭഗവാന്റെ അവതാരകാലത്ത് പല രൂപങ്ങളിലും ഭഗവത് സേവനം നിർവഹിക്കാനായി ഇങ്ങനെയുള്ളവരും ഭൂമിയിൽ പിറക്കാറുണ്ട്. അക്കൂട്ടത്തിലെ ഒരു ഭക്തനാണ് അർജുനൻ. അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവാൻ വിവസ്വാൻ എന്ന സൂര്യദേവന് ഗീതോപദേശം ചെയ്യുമ്പോഴും അർജുനൻ മറ്റൊരു രൂപത്തിൽ സന്നിഹിതനായിരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു വ്യത്യാസമേ ഉള്ളൂ. കൃഷ്ണൻ ആ സന്ദർഭം ഓർമ്മിക്കുന്നു, അർജുനന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പരമപുരുഷനായ ഭഗവാനും തന്റെ വിഭിന്നാംശം മാത്രമായ ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ശത്രുക്കളെ ജയിക്കാൻ പോന്ന യോദ്ധാവെന്ന് വിളിക്കപ്പെടുന്നെങ്കിലും അർജുനൻ തന്റെ അതീത ജന്മങ്ങളിലെ സംഭവങ്ങൾ സ്മരിക്കാനാവില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാപഞ്ചിക ദൃഷ്ട്യാ എത്ര മഹാനായാലും ശരി ഭഗവാന് തുല്യനായി തീരില്ലെന്ന് വരുന്നു. ഭഗവാന്റെ സന്തത സഹചാരിയായ ഒരാൾ തീർച്ചയായും മുക്തനാണെന്ന് പറയാം, എങ്കിലും ഭഗവാന് തുല്യനല്ല. ബ്രഹ്മസംഹിത ഭഗവാനെ അച്യുതൻ എന്ന് വിളിക്കുന്നു, അതായത് ഒരിക്കലും തെറ്റുപറ്റാത്തവൻ, ഭൗതിക സംഘത്തിലും സ്വയം വിസ്മരിക്കാത്തവൻ എന്നർത്ഥം.
ജീവാത്മാവും ഭഗവാനും ഒരിക്കലും ഒരു തരത്തിലും തുല്യരാവുക സാധ്യമല്ല. അർജുനനെ പോലെയുള്ള മുക്താത്മാവ് പോലും ഭക്തനാണെങ്കിലും ചിലപ്പോൾ അർജുനൻ കൃഷ്ണന്റെ യഥാർത്ഥ സ്വഭാവം വിസ്മരിച്ചു പോകുന്നു. പക്ഷെ ഒരു ഭക്തന് ദൈവാനുഗ്രഹത്താൽ ഭഗവാന്റെ ആ അച്യുത ഭാവം ക്ഷണേന ഗ്രാഹ്യമാകും. അഭക്തനോ അസുരനോ ആ അതീന്ദ്രിയ ഭാവം മനസ്സിലാവുകയില്ല. അതിനാൽ ഭഗവത്ഗീതയിലെ ഈ വിവരങ്ങളും അസുരബുദ്ധികൾക്ക് ഗ്രഹിക്കാനാവില്ല. അനേകം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് താൻ ചെയ്ത കർമ്മം കൃഷ്ണൻ ഓർക്കുന്നുണ്ട്. കൃഷ്ണനും അർജുനനും സ്വഭാവേന ശാശ്വതരാണെങ്കിലും അർജുനന് പൂർവ്വജന്മങ്ങൾ ഓർക്കാൻ സാധിക്കുന്നില്ല. ശരീരം മാറുന്നതോടുകൂടി ജീവാത്മാവിന് മുൻജന്മ സ്മരണകളും നഷ്ടപ്പെടുന്നു എന്നത് ഇവിടെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാൻ തന്റെ സച്ചിദാനന്ദ രൂപം ഒരിക്കലും മാറ്റാത്തത് കൊണ്ട് അദ്ദേഹം എല്ലാം സ്മരിക്കുന്നു. അദ്വൈതമൂർത്തിയായ അവിടേക്ക് ആത്മാവും ശരീരവും ഒന്നു തന്നെ. അദ്ദേഹവുമായി ബന്ധമുള്ളതെല്ലാം ആധ്യാത്മികമത്രേ. ബദ്ധനായ ജീവാത്മാവിനോ ശരീരവും ആത്മാവും ഭിന്നങ്ങളാണ്. ഭഗവാൻ ഇത് രണ്ടും വ്യത്യസ്തങ്ങളല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഭൗതിക രംഗത്ത് അവതരിക്കുമ്പോഴും സാമാന്യ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതീന്ദ്രിയമായ ആ നിലപാടിനോട് പൊരുത്തപ്പെടാൻ അസുരന്മാർക്ക് സാധ്യമല്ല. ഇത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണൻ നമ്മളിപ്പോ ഇവിടെ കണ്ടു അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം. ഭഗവാൻ അപ്പം അദ്വൈതനാണ്, അച്യുതനാണ്, അനാദി അനന്തരൂപമുണ്ട്. അപ്പൊ ഭഗവാന് തുല്യനായിട്ട് ഒരാളുമില്ല. അതുകൊണ്ട് മനുഷ്യനായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് ഒരിക്കലും ഭഗവാനാകാനോ പറ്റില്ല, ഭഗവാനായിട്ട് തുലനം ചെയ്യാൻ പോലും സാധ്യമല്ല. അർജുനൻ പാർഷദനാണെങ്കിൽ കൂടിയും അർജുനന് ഈ പറയുന്ന മറവികളൊക്കെ ഉണ്ട് അല്ലെ. ഭഗവാന്റെ ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ജന്മങ്ങൾ എടുത്താലും ഭഗവാന്റെ ഇച്ഛാനുസരണം അർജുനൻ എന്തോ ഒരു ഉപകരണമായിട്ട് നിൽക്കുന്നു. അല്ലെ നരനാരായണനാകുമ്പോൾ നരഋഷി നാരായണന്റെ ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കരുതാവുള്ളൂ. ഒരിക്കലും അർജുനൻ ദൈവമാകുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ നിരൂപിച്ചു കഴിഞ്ഞാൽ ഭഗവാന് തുല്യമോ ഏതോ ഒരടുത്ത് പോലും എത്തത്തില്ല. കാര്യം 1 ഗ്രാം സ്വർണ്ണമാണ് നമ്മള്. ഭഗവാൻ എന്താണ്? ഒരു സ്വർണ്ണ ഖനിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു സ്വർണ്ണഖനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളിൽ ഒരു തരി സ്വർണം കൊണ്ട് നമ്മൾ ഈ സ്വർണ്ണഖനി വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. അത്രയും ഉയർന്നതാണ് ഭഗവാൻ. അപ്പൊ നമ്മൾ ഭൗതികവാദികളായിട്ടുള്ള ആൾക്കാർ ഭഗവാനോട് തുല്യത്വം പറയും. അർജുനൻ അല്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണ വ്യക്തികള് വലിയ സംഭവമാണെന്ന് കാണിച്ചു വിടുമ്പോൾ ഭഗവാന്റെ അതീന്ദ്രിയത്വം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് അറിയാം ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തില്ലേ. രാമനായും നരസിംഹമായും മറ്റ് മൂർത്തികളായിട്ടൊക്കെ നിലകൊള്ളുകയും എന്താണ് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് സ്വയം അവതരിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൽ വന്നിട്ടല്ലേ. വളരെ വിരളമാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഗോലോകത്തിൽ നിന്ന് വന്നിട്ട് എന്താണ് ഈ ദ്വാപരയുഗത്തിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്യുന്നവരാണ്. ദ്വാപരയുഗം കഴിഞ്ഞു വന്ന ഈ കലിയുഗത്തിൽ നമുക്ക് ഈ കൃഷ്ണൻ പോയിട്ട് വെറും 5500 വർഷങ്ങളെ ആയിട്ടുള്ളൂ അല്ലെ. അപ്പം നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ് ഈ കലിയുഗത്തിൽ നമ്മൾ ജനിക്കാൻ കാര്യം അല്ലെ. ഭഗവാന്റെ മന്ത്രം ഈ കലിയുഗത്തിൽ തന്നെ നമ്മൾ ജനിക്കാനായിട്ട് നമ്മൾ ഇടയായത് വളരെ, അതും ഈ ഭാരതവർഷത്തിൽ നമ്മൾ ജനിക്കാനിടയായത് എത്രയോ ഭാഗ്യം ചെയ്തവരായിട്ടാണെന്ന് നമുക്ക് പൂന്താനം ജ്ഞാനപ്പാനയിൽ ഒരു പുൽക്കൊടി ആയിട്ടെങ്കിലും ഇവിടെ ജനിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ കൂടെ നമ്മളോട് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മള് എന്താണ് ആ ഒരു സാഹചര്യം മുതലാക്കി നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ ഇവിടുത്തെ ബിസിനസ് അവസാനിപ്പിച്ചിട്ട് പോകാനായിട്ടുള്ള ഉദ്യമത്തിലായിരിക്കണം നമ്മൾ അല്ലെ. നമ്മൾ അവസാന പരീക്ഷ എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും വന്ന് ചേർന്നുകൊണ്ടാണ് ഇരിക്കുന്നില്ല. അവസാന പരീക്ഷ. അപ്പൊ ആ വലിയ പരീക്ഷ എഴുതാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ വലിയ പരീക്ഷ എഴുതുമ്പോൾ ഇപ്പൊ ജ്ഞാനോദയ മാതാജി ഒരുപാട് എക്സാം ഇതൊക്കെ ഒരുപാട് എക്സാം എഴുതാനുണ്ട്. മാതാജി അതിന്റെ പ്രിപ്പറേഷനിലാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ആ ഫൈനൽ എക്സാമിനേഷൻ ഉള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ വലിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കായിരുന്നു. ഇതെന്താണ്? ഒരു ഓണപരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ ആയിരുന്നു. നമുക്ക് ആ വലിയ പരീക്ഷ അല്ലെ. നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന ആ വലിയ പരീക്ഷണം ആണ്, അല്ലെ വലിയ പരീക്ഷയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ട സിലബസ് എന്താണ്? സിലബസ് ആണ് നമ്മൾ ഈ തന്നിരിക്കുന്നത്. ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ഇത് രണ്ടുമാണ് സിലബസ് അല്ലെ.
അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെയ്യേണ്ട എന്താണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത്? നമ്മൾ സ്കൂളിൽ കാണാതെ പഠിക്കില്ല, ബുക്ക് നോക്കിയിട്ട്. അപ്പൊ നമ്മൾ എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ഹരേ കൃഷ്ണ എന്താണ് മന്ത്രം. നിത്യേന ജപിച്ച് നമ്മൾ എംബോസിഷൻ എഴുതുന്ന പോലെ എഴുതി വലിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുക. ഇതാണ് വേണ്ടത്. നമ്മൾ ഫൈനൽ എക്സാമിനേഷൻ ഈസ് കമ്മിങ് സൂൺ. സോ എവ്രി വൺ ഹാസ് ടു ഡു ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രാക്ടീസ് വെരി വെൽ. ഓക്കെ, സോ അതിലേക്കുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളൊക്കെ അല്ല, എനിക്കൊക്കെ പരീക്ഷ അടുത്ത് കഴിഞ്ഞു. ഒരു ദിവസം കേൾക്കാം ജ്ഞാനാംബിക മാതാജി പോയി. പ്രഭു പറയാ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇത്രേ ഉള്ളൂ. യോ, എനിക്കൊന്നും പറയാനില്ല മാതാജി. അത് നമ്മുടെ കൈകളിൽ അല്ലാത്ത നമ്മൾ കാര്യമായതുകൊണ്ട് ഞാൻ ആരും ഭഗവാനും വിചാരിക്കില്ല. അല്ലാത്തതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അതാരം വിട്ടുകളാ ഞാൻ കാറ്റു. ഉം. 6ാമത്തെ ശ്ലോകം. അജോബി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാം. അജോബി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാം. ഹരേ കൃഷ്ണ. നമുക്കിന്ന് വായിക്കാനായിട്ടുള്ളത് എന്താണ് ഷിബി മാതാജി? കൃഷ്ണകുമാരിയെ കണ്ടില്ലല്ലോ ഇന്ന്, അതെ. കേറിയിട്ടില്ല. ഹരേ കൃഷ്ണ. അജോഹപി സന്നവ്യ ആത്മാ ഭൂതാനാം ഈശ്വരോഹപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് മല്ലിക മാതാജി. ഇത് വലിയ പർപ്പട്ടാ, 2.5 പേജുണ്ട്. ഞാനല്ലേ? ആ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ, ഓം നമോ ഭഗവതി വാസുദേവായ. അജോബി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോബി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഇപ്പം വിവർത്തനം പ്രധാനപദ തർജ്ജമ. അജ ജനനരഹിതനും അവ്യാത്മ നാശമില്ലാത്തവൻ സൻ അഭി ആണെങ്കിലും ഭൂതാന ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ഈശ്വര സൻ അഭി ഈശ്വരൻ ആണെങ്കിലും സ്വാം പ്രകൃതി സ്വന്തമായ ആധ്യാത്മിക രൂപത്തെ അധിഷ്ഠാനമായ അല്ലെങ്കിൽ അധിഷ്ഠാനമാക്കി ആത്മമായ ആത്മശക്തി കൊണ്ട് സംഭവാമി ഞാൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ ജനിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥ ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. പിന്നെ വരാൻ പോകുന്ന 7-8 എന്നുള്ള ആ ശ്ലോകത്തിന് മുൻപിൽ ഭഗവാൻ നൽകുന്ന സൂചനയാണ്. 7-8 ശ്ലോകങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പലർക്കും അറിയാവുന്നതാണ്. പക്ഷെ അത് ചിലരൊക്കെ തെറ്റിക്കാറുമുണ്ട് ചെല്ലുമ്പോഴത്തേക്കൊക്കെ. അത് ഏത് സമയത്ത് ഏത് പാതിരാത്രിയിലും എടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാവുന്ന രീതിയിൽ പഠിച്ചിരിക്കണം. അത് ദയവേത് എല്ലാവരും അത് പഠിക്കണം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സംഭവം ഭഗവാൻ ഇങ്ങനെ സൂചിപ്പിച്ചു വെക്കുകയാണല്ലേ, എനിക്ക് പിറവിയില്ല, ഞാൻ ജന്മരഹിതനാണ് അല്ലെ. അപ്പൊ എനിക്ക് പിറവിയില്ല എന്നുള്ളത് നമുക്ക് എന്താണ് പറയുന്നത്? ആദ്യം പുരാണ പുരുഷൻ, ഏറ്റവും ആദ്യത്തെ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ പുരാണ പുരുഷനാണ് ഞാൻ അല്ലെ. അപ്പൊ എനിക്ക് പിറവിയില്ല. കാര്യം എല്ലാവരുടെയും പിതാവും പിതാമഹനും എല്ലാം തന്നെ ഞാനായതുകൊണ്ട് എനിക്കാരും ജന്മം തന്നിട്ടില്ല. പക്ഷെ ഭഗവാൻ പിറന്നല്ലോ ദേവകിയുടെ പുത്രനായിട്ട്. എന്ന് വെച്ചിട്ട് ഭഗവാന് പിറവി ഉണ്ടെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല. ഭഗവാൻ ഒരു പന്നിയായിട്ട് പറഞ്ഞാൽ ഭഗവാൻ പന്നിയുടെ കുട്ടിയാണെന്നാണ് അതിന്റെ അർത്ഥം. വരാഹ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ, ആമയായിട്ട് വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ആമയാണെന്ന് തന്നെ അർത്ഥം. ഭഗവാൻ ഏത് രൂപത്തിലും ഏത് കാലത്തിലും എപ്പോൾ വേണമെങ്കിലും ആരുടെ രൂപത്തിൽ വേണമെങ്കിലും വരാനായിട്ട് സാധിക്കും. എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയും ഇല്ല. ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിട്ടു, ദഹിപ്പിച്ചു. അതുപോലെ തന്നെ ഭഗവാന്റെ കാലിൽ നിന്ന് ചോര വാർന്നു. ഭഗവാൻ അതീവമായിട്ട് വേദന അനുഭവിച്ചിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞ് ചില ഭൗതികവാദികളൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. ഭഗവാൻ ആ ചെയ്തതിന്റെ ഒക്കെ ഗാന്ധാരിയുടെ ശാപം കൊണ്ട്
എന്ത് ചെയ്തു? കുലം മുഴുവൻ മുടിഞ്ഞു. ആ ദുഃഖത്തിൽ ഭഗവാൻ അവിടെ ഇരുന്ന് വിഷമിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേടൻ അമ്പ് ചെയ്തു, കാലയിൽ കൊണ്ട് കയറി മുറിഞ്ഞ് ചോര വന്നു. ഭഗവാൻ അങ്ങ് വേദനയെടുത്ത് അതിന്റെ മുഴുവനും ഈ ഇത്രയും ചെയ്ത ഭഗവാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളിലെല്ലാം വേദന മുഴുവൻ സഹിച്ചിട്ടാണ് ഭഗവാൻ വളരെ വിഷമിച്ച് പാടുപെട്ടാ പോയിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്റെ അതീന്ദ്ര ശരീരത്തിന് നാശം സംഭവിക്കുകയില്ല. അപ്പം ആ പറഞ്ഞ അവരുടെ എല്ലാം ആ പ്രവചനങ്ങളെ എന്ത് ചെയ്തു? ഇവിടെ ഭഗവാൻ ഒറ്റ വാക്കുകൊണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. എന്റെ ശ്രീരാമചന്ദ്രൻ സരയൂ നദിയില് അന്തർധാനം ചെയ്തെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൽ മുങ്ങിപ്പോയി ആത്മഹത്യ ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന് ഒരിക്കലും നാശം നേരിടുകയില്ല. ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ്. അഹം സർവസ്യ പ്രഭു എന്നൊരു ശ്ലോകം നമ്മൾ പഠിക്കാനുണ്ട്. അഹം ബീജപ്രദ പിത, ഞാൻ എല്ലാവരുടെയും അധിപതിയാണ് അല്ലെ. മമ ഭൂത മഹേശ്വര, എല്ലാ ജീവജാലങ്ങളുടെയും ഈശ്വരനല്ല, ഞാൻ മഹേശ്വരനാണെന്ന് അവജാനന്തി മാമൂഴ എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്നിരിക്കലും യുഗം തോറും എല്ലാ യുഗങ്ങളിലും എന്റെ ആദിമവും, എന്റെ എന്താണ് ആദിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള അല്ലെ, അതീന്ദ്രിയവുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഒക്കെ ഉപരിയായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു രൂപത്തില് ഞാൻ അവതരിക്കുന്നു. അതായത് നമ്മള് സത്യയുഗത്തിൽ കണ്ടു അല്ലെ, കുറെ അവതാരങ്ങളെ കണ്ടു അല്ലെ. സത്യയുഗത്തില് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ ഒക്കെ വരെ നമ്മൾ കണ്ടു അല്ലെ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ, പരശുരാമൻ അവരെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും കലിയുഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീബുദ്ധനെ കണ്ടു. അതുപോലെ തന്നെ ശങ്കരാചാര്യൻ, മഹാദേവൻ വന്നു. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നു, ഹരിനാമമായിട്ട് വന്നു, ശ്രീമദ് ഭാഗവതായിട്ട് വന്നു, അതുപോലെ തന്നെ ഭഗവത് പ്രസാദായിട്ട് വന്നു. ഇങ്ങനെയെല്ലാം ഭഗവാൻ പല രൂപത്തിൽ അവതരിച്ചു അല്ലെ. അതുപോലെ തന്നെ ഭഗവാൻ എന്താണ്? ഗുരുക്കന്മാരുടെ രൂപത്തിലും നമ്മളിലേക്ക് എത്തിച്ചേരുവാണ് കലിയുഗത്തിലായപ്പോൾ അല്ലെ. ഭഗവാൻ ഗുരുവിന്റെ രൂപം എടുത്തിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ, നമുക്കൊക്കെ ഈ ആധ്യാത്മികമായിട്ടുള്ള നോളേജ് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഞാന് എന്റെ ആധ്യാത്മികവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങി വരുന്നു. അവതരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എന്റെ ധാമം എന്താണ്? മുകളിലാണ് അല്ലെ. ഏറ്റവും ഉയർന്ന ധാമമാണ് എന്റേത്. അപ്പൊ എന്റെ ശരീരത്തിന് ഒരു കാരണവശാലും നാശം സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ കയ്യില് ദ്രൗപദി ഭഗവാന്റെ കൈ മുറിഞ്ഞു കഴിഞ്ഞപ്പോ കെട്ടിക്കൊടുത്തു അല്ലെ. ഭഗവാന്റെ കൈക്ക് ആ ഒരു മുറിവുണ്ടാവും. ഭഗവാന്റെ ശരീരവും ആത്മാവും ഒന്നും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ശരീരവും ആത്മാവും ഒക്കെ രണ്ടും രണ്ടാണ്. ഇതെന്താണ്? ഈ പുറമെയുള്ള ഈ ഉടുപ്പ് എന്താണ്? ഭൗതിക പ്രകൃതി ഉണ്ടാക്കിയ ഉടുപ്പാണ്. ഭഗവാന്റെ അംശമായിട്ട് അകത്തിരിക്കുന്ന എന്താണ്? ആത്മാവാണ്. അപ്പൊ ഇത് രണ്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിന്റെ ഉള്ളിലായിരിക്കുന്ന എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഈ ഷർട്ടിനുള്ളിലാണ് എന്റെ ദേഹം ഇരിക്കുന്നത് പറഞ്ഞ പോലെ എന്റെ ശരീരമാകുന്ന ഷർട്ടിനുള്ളിലാണ് എന്റെ ആത്മാവ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലിരിക്കുന്നു, ഈ വീട്, എന്റെ ചുറ്റും കാണുന്ന ഈ ചുമരുകൾ അല്ലേ, ഈ ചുമരുകൾക്കുള്ളിൽ ഞാൻ ഇരിക്കുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജിപ്സം ബോർഡ് അല്ലെങ്കിൽ മണ്ണ്, സിമന്റ്, കട്ട ഇതും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പക്ഷെ എന്റെ നിർമ്മിതി അതിൽ നിന്ന് എൻറ്റയർലി വ്യത്യാസമുള്ള, ഇതൊക്കെ നിർജ്ജീവമായിട്ടുള്ള, ഇത് എന്താണ്? ഭൗതിക പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള എന്താണ്? ഘടകം കൊണ്ടാണ്. അതിനുള്ളിൽ ഒരാളൂടെ ഇരിപ്പുണ്ട്. എന്റെ ചുറ്റോടുള്ള ഭിത്തിക്കുള്ളില് ഒന്നും ഇരിപ്പില്ല അല്ലെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാന് എന്താണ്? യുഗം തോറും അവതരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 ശ്ലോകങ്ങൾ എടുക്കുമ്പോഴാണ് ഇത് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടുതൽ അർത്ഥം ഒന്നും പറയുന്നില്ല. എന്റെ വിവർത്തനം, ഭാവാർത്ഥം ഒന്ന് വായിപ്പിച്ചേക്കാം. 2 പേരായിട്ട് വായിച്ചു, നല്ല നീളമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വായിക്കുന്ന രചിതയും മാതാജി. പ്രഭു ഞാൻ ലീവ് ചെയ്തോട്ടെ പ്രഭു. മാതാജിക്ക് വരണമായിരിക്കില്ല ക്ലാസ്സിൽ. എനിക്കും വരണ്ടാണ്. എനിക്ക് പെട്ടെന്ന് ലീവ് ചെയ്യണം. മാതാജി ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. അത് വലിയ പർപ്പട്ടാ പ്രഭു. കാരണം അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. അത് നല്ലത്. പെട്ടെന്ന് തന്നെ എടുത്തേക്കാം. രചിതയും മാതാജി പെട്ടെന്ന് വായിച്ചു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. തന്റെ ജന്മത്തിലുള്ള പ്രത്യേകതയെ ഭഗവാൻ വിവരിക്കുകയാണ്. കാഴ്ചയിൽ സാധാരണ മനുഷ്യനെ പോലെയിരുന്നാലും കഴിഞ്ഞുപോയ അസംഖ്യം ജന്മങ്ങളിലെ സംഭവങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ കഴിയും. മറിച്ച് സാധാരണ മനുഷ്യന് മണിക്കൂറുകൾക്ക് മുൻപ് താൻ ചെയ്തത് എന്തെന്ന് പോലും ഓർമ്മിക്കാൻ കഴിയുകയില്ല. തലേന്ന് ഇതേ സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് ശരിയൊരു ഉത്തരം പറയാൻ സാധാരണ മനുഷ്യന് പ്രയാസമായിരിക്കും.
താൻ ഇതേ സമയത്ത് ഇന്നലെ ചെയ്തിരുന്നത് എന്തെന്ന് ഓർമ്മയിൽ വരുത്താൻ ഒരാൾക്ക് കുറേയേറെ ക്ലേശിക്കേണ്ടി വരും. എന്നിട്ടും മനുഷ്യൻ താൻ ഈശ്വരനാണ്, കൃഷ്ണനാണ് എന്നെല്ലാം മേന്മ പറയുവാൻ ധൈര്യപ്പെടുന്നു. ഇത്തരം നിരർത്ഥകമായ അവകാശവാദങ്ങളാൽ ആരും വഴിതെറ്റിപ്പോകരുത്. തന്റെ ആകൃതിയെ പറ്റിയാണ് പിന്നെ ഭഗവാൻ പറയുന്നത്. പ്രകൃതി എന്ന നാമത്തിന് സ്വരൂപം അഥവാ തന്റേതായ രൂപം എന്നർത്ഥമുണ്ട്. സ്വന്തം രൂപത്തിൽ താൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. സാധാരണ ജീവാത്മാക്കളെ പോലെ ഭഗവാൻ ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് മാറുന്നില്ല. ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഈ ജന്മത്തിലുള്ള ശരീരമാവില്ല അടുത്ത ജന്മത്തിൽ. ഭൗതിക ലോകത്തിൽ ജീവന് സ്ഥിരമായൊരു ശരീരമില്ല. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഭഗവാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഭഗവാൻ അന്തരംഗ ശക്തി കൊണ്ട് തന്റേതായ ആദിമ സ്വരൂപത്തിൽ തന്നെയാണ് അവതരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ ശാശ്വതവും ആദിമവുമായ തന്റെ രൂപത്തിൽ ദ്വിഭുജങ്ങളോടെയും ഓടക്കുഴലേന്തിയും കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. പ്രാപഞ്ചിക മാലിന്യങ്ങളേശാത്ത അദ്ദേഹത്തിന്റെ അനശ്വര ശരീരമാണത്. അതേ അതീന്ദ്രിയ ആകാരത്തോടെയാണ് ആവിർഭവിക്കുന്നതെങ്കിലും സർവലോകാധിപതിയാണെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ പിറന്നതായി തോന്നിക്കുന്നു. ഭൗതിക ശരീരത്തിലെന്ന പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് നാശം സംഭവിക്കുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും പിന്നീട് യൗവനത്തിലേക്കും വളരുന്നതായി തോന്നുന്നുവെങ്കിലും ആശ്ചര്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തെ വാർദ്ധക്യം ബാധിക്കുന്നതേയില്ല. കുരുക്ഷേത്ര യുദ്ധം നടന്ന കാലത്ത് അദ്ദേഹത്തിന് അനേകം പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. കാലഗണന പ്രകാരം അദ്ദേഹം വാർദ്ധക്യത്തിൽ എത്തിയിരുന്നതാനും എന്നിട്ടും 20ഓ 25ഓ വയസ്സിൽ കവിയാത്ത ഒരു യുവാവിനെ പോലെ കാണപ്പെട്ടു. വൃദ്ധനായ കൃഷ്ണന്റെ ഒരൊറ്റ ചിത്രം പോലും നാം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് നമ്മെ പോലെ വാർദ്ധക്യം ബാധിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. പക്ഷേ ഭൂതഭാവി വർത്തമാനങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ച സർഗത്തിൽ എങ്ങും അദ്ദേഹമാണ് ഏറ്റവും വയസ്സ് കൂടിയ വ്യക്തി. ആ ശരീരത്തിനും ബുദ്ധിക്കും ക്ഷയമോ നാശമോ സംഭവിക്കുന്നില്ല. ബാക്കി വായിക്കട്ടെ പ്രഭു. ബാക്കി ജ്ഞാനാംബികമാതാവി വായിച്ചോ? വായിക്കാം. ശ്രീകൃഷ്ണ ഭഗവാൻ, ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും പിന്നീട് യൗവനത്തിലേക്കും വളരുന്നതായി തോന്നുന്നുവെങ്കിലും ആശ്ചര്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തെ വാർദ്ധക്യം ബാധിക്കുന്നതേയില്ല. കുരുക്ഷേത്ര യുദ്ധം നടന്ന കാലത്ത് അദ്ദേഹത്തിന് അനേകം പേരക്കുട്ടികൾ ഉണ്ടായിരുന്നു. കാലഗണന പ്രകാരം ഭഗവാൻ വാർദ്ധക്യത്തിൽ എത്തിയിരുന്നത് ആനും എന്നിട്ടും 20ഓ 25ഓ വയസ്സിൽ കവിയാത്ത ഒരു യുവാവിനെ പോലെ കാണപ്പെട്ടു. വൃദ്ധനായ കൃഷ്ണന്റെ ഒരൊറ്റ ചിത്രം പോലും നാം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് നമ്മെ പോലെ വാർദ്ധക്യം ബാധിക്കുന്നില്ലെന്നാണ് ഇതിന് കാരണം. പക്ഷേ ഭൂതഭാവി വർത്തമാനങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ച സർഗത്തിൽ എങ്ങും അദ്ദേഹത്തിന് ഏറ്റവും വയസ്സ് കൂടിയ വ്യക്തി ആ ശരീരത്തിനും ബുദ്ധിക്കും ക്ഷയമോ നാശമോ ഇല്ല. അതുകൊണ്ട് ഭൗതിക ലോകത്തെ ആയിരുന്നാലും കൃഷ്ണൻ അതേ സച്ചിദാനന്ദ വിഗ്രഹം അജനുമാണെന്നും അതീന്ദ്രിയമായ ശരീരത്തിനോ ബുദ്ധിക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്നും വ്യക്തമാകുന്നുണ്ട്. സൂര്യൻ ഉദിക്കുകയും നമ്മുടെ കൺമുമ്പിലൂടെ നീങ്ങി ഒടുവിൽ അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവ തിരോഭാവങ്ങൾ. സൂര്യൻ ദൃഷ്ടിയിൽ നിന്ന് മറയുമ്പോൾ അസ്തമിച്ചുവെന്നും കൺമുന്നിൽ നിൽക്കുമ്പോൾ ചക്രവാളത്തിലുണ്ടെന്നും നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ സൂര്യൻ സ്വസ്ഥാനത്ത് തന്നെയാണ്. എപ്പോഴും വികലമായ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പോരായ്മകൾ കൊണ്ടാണ് ആകാശത്ത് ഉദിച്ചുയർന്നതായും പിന്നീട് മറഞ്ഞതായും തോന്നിയത്. ഭഗവാന്റെ ആവിർഭാവ തിരോഭാവങ്ങൾ ഒരു സാധാരണ ജീവാത്മാവിൻ്റെതിൽ നിന്നും തികച്ചും വ്യത്യസ്തങ്ങളാണ്. അതിനാൽ അദ്ദേഹം അന്തരംഗ ശക്തിയാൽ സച്ചിദാനന്ദ സ്വരൂപനാണെന്നും ഭൗതിക പ്രകൃതിയിലെ മാലിന്യങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ബാധിക്കയില്ലെന്നും വ്യക്തമാകുന്നുണ്ട്. അജനാണെങ്കിലും ഭഗവാൻ അസംഖ്യം രൂപങ്ങൾ കൈക്കൊള്ളുന്നത് പോലെ തോന്നിക്കുന്നു എന്നും വേദങ്ങളും സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം പിറവിയെടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും അദ്ദേഹം തന്റെ യഥാർത്ഥ സ്വരൂപത്തിന് മാറ്റം വരുന്നില്ലെന്ന് വേദങ്ങളെ തുടർന്നും മറ്റും വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ചതുർഭുജനും ഷഡൈശ്വര്യ സമ്പന്നനുമായ നാരായണനായിട്ടാണ് കൃഷ്ണൻ തന്റെ അമ്മയ്ക്ക് പ്രത്യക്ഷനായത് എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. ആദിമവും
സനാതനവുമായ സ്വന്തം രൂപത്തിലുള്ള ഭഗവാന്റെ ആവിർഭാവം ജീവാത്മാക്കൾക്ക് ചൊരിഞ്ഞ അദ്ദേഹത്തിന്റെ അഹൈതുക കാരുണ്യമാണ്. അങ്ങനെ അവർക്ക് ഭഗവാനിൽ നിന്ന് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവ്യക്തിഗതവാദികൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഭാവനയിലോ ഊഹാഭോഗങ്ങളിലോ അധിഷ്ഠിതമായല്ല ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. മായ അഥവാ ആത്മമായ വിശ്വകോശ നിഘണ്ടു പ്രകാരം ഭഗവാന്റെ അഹൈതുക കാരുണ്യം എന്നർത്ഥമാക്കുന്നു. തന്റെ പൂർവ ആവിർഭാവ തിരോഭാവങ്ങളിലെ കുറിച്ചെല്ലാം ഭഗവാൻ ഓർമ്മയുണ്ട്. ഒരു സാധാരണ ജീവനാകട്ടെ മറ്റൊരു ശരീരം എടുക്കുമ്പോൾ പൂർവ്വ ശരീരത്തെ കുറിച്ച് എല്ലാം മറന്നു പോകുന്നു. ജീവജാലങ്ങളുടെ എല്ലാം അധിപതിയാണ് ഭഗവാൻ കൃഷ്ണൻ. ഭൂലോകത്തിലിരിക്കെ ആശ്ചര്യകരങ്ങളും മനുഷ്യ സാധ്യമല്ലാത്തതുമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അവിടുന്ന് എന്നെന്നും നിരപേക്ഷ തത്വ മൂർത്തി അത്രേ. തന്റെ ആകൃതിയും സത്തയും വ്യത്യസ്തമല്ല. ശരീരവും തത്ഗുണവും വിഭിന്നമല്ല. എന്തിനു വേണ്ടി ഭഗവാൻ ഈ ലോകത്തിൽ ആവിർഭവിക്കുകയും മറയുകയും ചെയ്യുന്നു എന്നൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. ഉത്തരം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ തൊട്ടാണ് 7-8 കാര്യമായിട്ട് ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് പ്രഭാതയുടെ തരുവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഇനി ഒന്നുകൂടെ 1-2 പ്രാവശ്യം വീട്ടിലിരുന്ന് വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഭഗവാൻ ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ഭഗവാന് എല്ലാ കാലത്തിലെയും കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് അത് ഓർമ്മയില്ല. ചുരുക്കം അതാണ് ചുരുക്കം അല്ലേ? ഭഗവാന് തുല്യനായി ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മള് ഭഗവാന്റെ അംശമാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല. അതെ. ശിബി മാതാജി പറഞ്ഞ പോലെ 1 ഗ്രാം സ്വർണ്ണം ഒരു കനിയും പോലെ. അതെ. ഹരേ കൃഷ്ണ. ഇതില് ആത്മാവിന്റെ ഒരു പറയുന്നുണ്ട്. ആത്മാവ് നശ്വരാണെങ്കിലും പക്ഷെ ആത്മാവ് നശ്വരാണ്, അതുകൊണ്ട് ശരീരം മാറുന്നു. പക്ഷെ ജീവാത്മാവ് സ്ഥിരമായിട്ട് നിൽക്കുന്നതെങ്കിലും ശരീരം മാറുന്നതോടുകൂടി മുൻജന്മ സ്മരണകളും നമുക്ക് നശിച്ചു പോകും. മുൻജന്മ സ്മരണകൾ ഉണ്ടാകുന്നില്ല. വളരെ റെയർ ആയിട്ടൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഒരു 1,00,000-ലോ അല്ലെങ്കിൽ 10,00,000-ലേക്ക് ഒരാൾക്കായിരിക്കും കുറച്ചൊക്കെ ഓർമ്മ വരുന്നത്, ഫുള്ളായിട്ട് വരുന്നില്ല. അപ്പൊ അവരവരുടെ പൂർവ്വജന്മങ്ങളിലുള്ള താമസിച്ച വീടും ഒക്കെ റിയലൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ. ജീവാത്മാവും ഭഗവാനും തമ്മിൽ ഒരിക്കലും തുല്യരാവില്ല. അങ്ങനെ അല്ലെ, തുല്യരാവാൻ സാധ്യമല്ല എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരമാത്മാവ് ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി ഹരേ കൃഷ്ണ. എന്താ ഒന്നൂരെത്തും പിടിയില്ല. ഓക്കെ, എന്നാ നമുക്ക് അവസാനിപ്പിച്ചേക്കാം. ഭഗവാന്റെ കാര്യങ്ങൾ അതീന്ദ്രിയ ജ്ഞാനം വരുമ്പോഴത്തേക്കും നല്ലൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഭാവാർത്ഥം തന്നെ 1.5 പേജായി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയാനിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് ഒന്നും ഇതിൽ ഒതുങ്ങത്തില്ല. നിങ്ങൾ വലുതും ഉറങ്ങുകയും എക്സിറ്റ് ആവുകയും ചെയ്തതുകൊണ്ട് എനിക്ക് അടുത്ത ക്ലാസ് ഉള്ളത് കൊണ്ടും ഞാൻ വിരമിക്കുന്നു. അല്ലെ കുറച്ചുകൂടെ പറയാമായിരുന്നു. അപ്പം ഹരേ കൃഷ്ണ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധു ഭ്യവച്ച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദേ ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. പ്രഭുവിനെ അർപ്പിച്ചതാ. അതെ അല്ലേ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പ്രഭു എപ്പോഴും ഇതിനകത്ത് തന്നെ ആണല്ലോ. ആഫീസിൽ പോയാലും അപ്പോഴേ ഇവിടെയൊക്കെ ഇത് തന്നെ. നമ്മളെ കൊണ്ട് അത്രയും പറ്റുന്നില്ല പ്രഭു. ഭഗവാനെ കൃഷ്ണ. കൃഷ്ണ അത് മാതാജിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. അറിയില്ല. ഹരേ കൃഷ്ണ. പക്ഷെ ഇപ്പോഴാണ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത് ഈ അവസാന ഘട്ടത്തിലാണല്ലോ തോന്നിയെന്നുള്ള ഒരു വിഷമമുണ്ട് എപ്പോഴും. കാരണം ഇതൊരു 5 വയസ്സിലോ 10 വയസ്സിലോ അങ്ങനെയൊക്കെ തോന്നേണ്ടതായിരുന്നു. വൈകുണ്ഠ ഏകാദശി പ്രമാണിച്ച് പ്രഭുജി ഞാൻ വൈകുണ്ഠനാഥനെ കാണാൻ തൃച്ചി പോയി. വൈകുണ്ഠ ഏകാദശിക്ക്.
തൃശ്ശി. ഉം. അവിടെ ഏതാ ക്ഷേത്രം? രംഗനാഥ പിന്നെ ക്ഷേത്രം. രംഗനാഥനെ കാണാൻ. ഹരിബോൾ. ഓഹ് അപ്പൊ എന്റെ ട്രിച്ചി എന്നൊക്കെ എന്റെ മാതാജി ഭഗവാനെ. പറഞ്ഞുകൊണ്ടാണ് ശ്രീരംഗത്ത് പോയെന്ന് പറയായിരുന്നു. ഓക്കെ ഓക്കെ, ഹരിബോൾ. ആ, രംഗനാഥനെ കാണാൻ പോയി. അത് ഭഗവാനെ വൈകുണ്ഠമായിരുന്നു വൈകുണ്ഠം. വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണോ മാതാജി? എല്ലാം സ്വർഗവാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഏഴ് 8-9 മണിക്കൂർ ക്യൂ നിന്നു. 9 മണിക്കൂർ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഉഫ്. ഓഹ് എന്താ ആള്. ഭഗവാനെ മാതാജിക്ക് അതിന്റെയൊക്കെ ആ വൈകുണ്ഠം. ഒരു ആരോഗ്യവും തന്റെ ഇടവും ഒക്കെയുള്ള ഭഗവാൻ തന്നല്ലോ അതിന്റെ സാഹചര്യവും. എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പോയിട്ടില്ല പ്രഭു. പ്രഭു എന്നാ പോണെ, എന്നെ കൂടെ കൊണ്ടുപോകും. ഞാൻ പോയിട്ടില്ല ഇതുവരെ. ഹരേ കൃഷ്ണ. പോകണമെന്ന് ഭയങ്കര ഞാൻ ആഗ്രഹമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീരംഗനാഥൻ. കഴിഞ്ഞ അങ്ങേ മാസവും പോയി, ഈ മാസവും പോയി. അല്ലേ? രാമാനുജാചാര്യരുടെ ഭൗതിക ഞാൻ ഇത് കണ്ടായിരുന്നോ? ആ രാമാനുജാചാര്യരുടെ കഴിഞ്ഞ അങ്ങനെ മാസം പോയപ്പോ, ഈ മാസം പറ്റിയില്ല. വല്ലവരും വല്ലവരും പോയപ്പോ നമുക്കൊരു വല്ലവരും കൊണ്ടുപോകുന്നതാണോ? അത് തന്നെ പോകണം. നമ്മള് വീട്ടിൽ നിന്ന് പോയതാ. വീട്ടിൽ ആ നിന്ന്. ഞങ്ങൾ എല്ലാരും കൂടെ പോയതാ. ഈ ട്രാവലേഴ്സ് അങ്ങനെ എന്താ കൊണ്ടുപോകുകയാണെങ്കിൽ എങ്ങനെ പോകും? അങ്ങനെയുള്ളവരും ഉണ്ട് മാതാജി, ട്രാവൽസുകാരൻ. ഉണ്ട്. അന്വേഷിച്ച് പിടിക്കണം എവിടാന്നൊക്കെ ഉള്ളത്. ഒന്ന് പോകണം മാതാജി ആഗ്രഹം. തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ഒരു ദർശൻ എന്നും പറഞ്ഞൊരു ട്രാവൽ ഉണ്ട്. അവരെല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല കെയറിംഗ് ആണ്. ദർശൻ അല്ലേ? ദർശൻ. വിളിച്ചു നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ.